السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ നമ്മുടെ ഈ അനുഗ്രഹീതമായ വേദിയിൽ ആസനസ്ഥരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രതിഭാസമ്പന്നരായ പണ്ഡിതന്മാർ, അഭിമന്യരായ സയ്യിദുമാർ, ഈ മഹത്തായ റാലി സംഘടിപ്പിച്ച ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ നേതാക്കൾ, ഈ അടിസ്ഥാന പ്രശ്നത്തിനു വേണ്ടി ഒത്തുകൂടിയ പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അണികൾ, ഇതിനോട് സഹകരിച്ച ദീനീബോധമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് രണ്ട് വീട്ടിലും നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ റാലി കൊണ്ടും അതുപോലെ ഈ പൊതുസമ്മേളനം കൊണ്ടും നമ്മുടെ രാജ്യത്ത് പുതുതായി നടപ്പാക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുകയും അതിനനുസൃതമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ ചെയ്തിയെക്കുറിച്ചും ആ ഏക സിവിൽ കോഡ് എന്ന സംവിധാനം ഇവിടെ വന്നാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും അപാകതയെക്കുറിച്ചും വിശ്വാസികളായ സമൂഹത്തിന്റെ ആശങ്കയും പ്രതിഷേധവും ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആമുഖമായി നമുക്ക് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നേ വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം സമരപരിപാടികൾ വ്യാപകമായി നടത്തുന്ന സ്വഭാവമുള്ള സംഘടനയായി ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാനമായ പ്രശ്നങ്ങളിൽ കൈവച്ചാൽ അതിനെതിരെ ഈ ബഹുജനത്തെ അണിനിരത്തിക്കൊണ്ട് ആഞ്ഞടിക്കാൻ സമസ്ത പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അതിമഹത്തായ ഒരു റാലി, ഒരു സൂചന മാത്രമാണ് നമ്മുടെ പ്രവർത്തകർ ഇവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്താണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാലുള്ള കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തിനാണ് മുസ്ലിങ്ങൾ ഇത്ര വാശി പിടിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് കണ്ണീര് കുടിക്കാൻ ഇനിയും വകയുണ്ടാക്കാനാണ് ഈ വാശി എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ എന്താണ് ഇതിന്റെ മാനദണ്ഡമെന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കൽ ഞങ്ങളുടെ കടമയാണ്. എന്നും ജനബോധവൽക്കരണ പ്രക്രിയയിൽ സമത്വ ഒന്നാം സ്ഥാനത്ത് നിന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. സമാധാനപരമായി ലാഭമുണ്ടാക്കാതെ, നിയമങ്ങളെ വെല്ലുവിളിക്കാതെ കാര്യങ്ങളൊക്കെ ജനസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇക്കാലം അത്രയുമുള്ള പാരമ്പര്യവും പ്രവർത്തനവും. ആ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. അതോടൊപ്പം ആമുഖമായി പറയുന്നു, നമ്മുടെ ബക്കറ്റ് കളക്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ സർവാത്മന സഹകരിച്ച് സ്വീകരിച്ച് നല്ല സംഭാവനകൾ നൽകി നമ്മുടെ ഈ പ്രവർത്തനത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് എന്ന സംവിധാനം കൊണ്ടുവന്നാൽ എന്തുണ്ടാകും? അതുകൊണ്ട് വിശ്വാസികളായ മുസ്ലിം സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് നമ്മളതിൽ ഇത്ര വാശി പിടിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ആമുഖമായി എന്നൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്.
നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഇവിടുത്തെ ഹൈന്ദവർക്കും സിഖ് മതമുള്ളവർക്കും ബുദ്ധന്മാർക്കും ജൈനന്മാർക്കും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം അവരുടെ വ്യതിരിക്തമായ സംസ്കാരം നിലനിർത്താൻ അനുമതി നൽകുന്ന ഒരു ഭരണഘടനയാണുള്ളത്. ആ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഒരു ചോദ്യം, എന്താണ് മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്? അവർ ഇസ്ലാമിക നിയമത്തിന് തന്നെ വാശി പിടിക്കുന്ന എന്തിനാണ് എന്നാണ് ചോദ്യം. അവരോട് വളരെ വിനയപൂർവ്വം ഞങ്ങൾ പറയട്ടെ, ഞങ്ങളെ ശ്രമിക്കുന്ന ഏതെങ്കിലും ഈ കാര്യം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ വളരെ സഹോദര ബുദ്ധിയ ഞങ്ങളോടൊരു പറയുന്നു, ഇന്ത്യൻ പൗരന്മാരെന്ന രീതിയിൽ ഇന്ത്യയിലെ മുഴുവൻ നിയമങ്ങളും ഞങ്ങൾ അനുസരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. ഈ രാജ്യത്തെ സിവിൽ ക്രിമിനൽ നിയമങ്ങളൊക്കെ മുസ്ലിങ്ങൾ അനുസരിക്കുന്നുണ്ട്. ഏത് നിയമമാണ് മുസ്ലിങ്ങൾ അനുസരിക്കാത്തത്? നമ്മൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങളിൽ ഏതാണ് ഈ രാജ്യത്തിന്റെ നിയമം എന്ന രീതിയിൽ മാനിക്കാത്തത്? പക്ഷെ ഭരണഘടന നമുക്ക് നൽകിയ അവകാശം അനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെന്നല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ഐഡന്റിറ്റി അഥവാ വ്യക്തിത്വം നിലനിർത്താൻ ആവശ്യമായ സ്വകാര്യ വിഷയങ്ങളിൽ അവർക്ക് ചില പ്രത്യേകമായ മതവിധി കിട്ടുന്ന സംവിധാനം ഈ രാജ്യത്തുണ്ട്. അതിൽ മുസ്ലിങ്ങൾക്കുള്ള സംവിധാനത്തിനാണ് മുഹമ്മദൻ ലോ അല്ലെങ്കിൽ പേഴ്സണൽ ലോ, അതല്ലെങ്കിൽ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട്. 1937 ബ്രിട്ടീഷുകാർ സംവിധാനിച്ചു വെച്ച ഒരു നിയമമാണിത്. എല്ലാ രംഗത്തും മുസ്ലിങ്ങൾക്കത് ബാധകമല്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ വിഷയം, ഉദാഹരണം വിവാഹമോചനം, ജീവനാംശം എന്ന് പറയുന്ന മെയിന്റനൻസ്, മഹർ രക്ഷാകർതൃത്വം, സ്ത്രീകളുടെ സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, വഖഫ്, ദാനം, ട്രസ്റ്റ്, ഇങ്ങനെയുള്ള പരിമിതമായ വിഷയങ്ങളിൽ മുസ്ലിമും തമ്മിൽ തർക്കിച്ചാൽ കോടതിയിൽ ചെല്ലുമ്പോൾ അവർക്ക് മതപരമായ വിധി ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ലഭ്യമാക്കാൻ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയിൽ വിജുഷന്മാർ എഴുതി വെച്ചതനുസരിച്ചുള്ള സംവിധാനം അനുസരിച്ച് നമ്മുടെ കോടതികളിൽ സംവിധാനം നേരത്തെ 1937 മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഏർപ്പെടുത്തപ്പെട്ട സംവിധാനം അനുസരിച്ച് മുസ്ലിമൻ കോടതിയിൽ ഒരു പ്രശ്നമെത്തുമ്പോൾ ഒരു കാര്യം, രണ്ടുപേരും മുസ്ലിങ്ങളാണോ എന്ന് കോടതി നോക്കും. ഞാനും എന്റെ ഹിന്ദു സഹോദരനും തമ്മിൽ തർക്കമുണ്ടായാൽ ഈ വിഷയം ബാധകമല്ല. ഞാനും എന്റെ ക്രൈസ്തവ സഹോദരനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇത് ബാധകമല്ല. ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്താൽ ഇത് തീരെ ബാധകമല്ല. കാരണം ഞാൻ ആരുടെയെങ്കിലും കൈയടക്കുകയോ ഒരു കൊലപാതകം നടത്തുകയോ അല്ലെങ്കിൽ ഞാൻ വ്യഭിചരിക്കുകയോ ചെയ്താൽ കോടതിയിൽ ഇന്ത്യൻ പൗരൻ എന്താണോ ശിക്ഷ കൊടുക്കുന്ന CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതെനിക്കും ബാധകമാണ്. അവിടെ ഞാൻ എന്ന പൗരൻ മുസ്ലിമാണെന്ന് കരുതി എനിക്കൊരു പ്രത്യേക നിയമം ഇല്ല, ഉണ്ടാകുമെന്ന് വാദിക്കുന്നില്ല. സത്യത്തിലൊരു മുസ്ലിം വിഭജിച്ചാൽ എന്തു ചെയ്യണമെന്ന് ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ നടപ്പാക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അതിവിടെ നടപ്പാക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും, നമ്മൾ വിഭജിക്കാൻ പോകാതിരുന്നാൽ മതി. നേരെ മറിച്ച് വിവാഹം അങ്ങനെയല്ല, വിവാഹമോചനം അങ്ങനെയല്ല, മുസ്ലിം സമൂഹത്തിന്റെ പിതാവിന്റെ സ്വത്ത് ഓഹരി വെക്കുന്ന ക്രമം അങ്ങനെയല്ല, സ്ത്രീകളുടെ സ്വത്തവകാശം, തൊലാക്ക്, അതിന്റെ അനുബന്ധ ഘടകങ്ങൾ, വഖഫ്, ദാനം, ട്രസ്റ്റ്, ഇതൊന്നും അങ്ങനെയല്ല. അതൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ടതും ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ടതുമാണ്. വിവാഹം ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. വ്യഭിചാരവും കളവും കൊലപാതകവും ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല. നിക്കാഹ് കഴിക്കേണ്ട സമയത്ത് കഴിക്കണം, നിക്കാഹ് തൊലാഖ് ഒഴിവാക്കേണ്ട സമയത്ത് ഒഴിവാക്കണം, വഖഫ് ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ സ്വത്തവകാശം എങ്ങനെ, പിതാവിന്റെ സ്വത്ത് മകന് ലഭിക്കുമ്പോൾ ഹലാലായിരിക്കണം. ഈ ഹലാല് ഹറാമുകളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ജീവിക്കേണ്ട മുസ്ലിങ്ങൾക്ക് അവരുടെ വിഷയത്തിൽ ഒരു തർക്കം വന്നാൽ അവർ കോടതിയിൽ ചെല്ലുമ്പോൾ ഏത് വിഭാഗമാണ് എന്ന് പരിശോധിക്കും. ഒന്നുകിൽ അവർ സുന്നി അല്ലെങ്കിൽ ഷിയ. സുന്നി എന്ന് പറയുമ്പോൾ അതിൽ കേരളത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും പെട്ടു. നമ്മുടെ നാട്ടിലെ മറ്റു വിദഈ കക്ഷികൾ എന്ന് നമ്മൾ പറയുന്നതൊക്കെ ഈ സുന്നി എന്ന വിഭാഗത്തിൽപ്പെട്ടു. കോടതിയുടെ മുമ്പിൽ 2 വിഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ മദ്ഹബ് അനുസരിച്ച് വിധി കിട്ടാനുള്ള സംവിധാനം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഈ ചെല്ലുന്ന ആൾ ഹനഫി മതകാരനാണെങ്കിൽ അവന് ഷെയ്ഖ് ബുർഹാനുദ്ദീൻ അലിയുടെ അൽഹിദായ ഫിൽ ഫുറൂ അനുസരിച്ച് വിധി കിട്ടും. ഷാഫി ആണെങ്കിൽ അവന് മിൻഹാജ് അനുസരിച്ച് വിധി കിട്ടും. അവൻ ഷിയ വിഭാഗക്കാരനാണെങ്കിൽ നജ്മുദ്ദീൻ ജഅഫർ ഇബ്നു മുഹമ്മദ് ഹില്ലിയുടെ ശറായുൽ ഇസ്ലാം അനുസരിച്ച് വിധി കിട്ടും. ഹാമിൽട്ടൺ അടക്കമുള്ള ഗ്രന്ഥകാരന്മാർ പരിഭാഷപ്പെടുത്തി തയ്യാറാക്കിയ ഈ നിയമങ്ങൾ കോടതിയുടെ മുമ്പിലുണ്ട്. അവർ കൃത്യമായി
ഈ നിയമനിർദ്ദേശങ്ങൾ നോക്കിക്കൊണ്ട് മുസ്ലിമിന്റെ പ്രശ്നത്തിൽ വിധിക്കും. അതുപോലെ തന്നെ ഔറംഗസീബ് ആലംഗീറിന്റെ കാലത്ത് അദ്ദേഹം തയ്യാറാക്കിച്ച അദ്ദേഹം അടക്കമുള്ള പണ്ഡിതന്മാർ തയ്യാറാക്കിയ ഫതാവ ആലംഗീരി മുമ്പിലുണ്ട്. ഇതനുസരിച്ചായിരിക്കണം നമ്മുടെ രാജ്യത്തെ മുസ്ലിമിന്റെ ഈ വിഷയത്തിലെ വിധി. എല്ലാ വിഷയത്തിലുമല്ല, പരിമിതമാണ് വിഷയം. ഒരു മുസ്ലിമും മാത്രം ബന്ധപ്പെടുന്ന അവന്റെ വിഷയത്തിൽ മാത്രമാണ്. ഈ വിധി നമുക്ക് ലഭ്യമാകുന്നത് രാജ്യത്ത് മതേതരത്വമുള്ളതുകൊണ്ടും ഏക സിവിൽ കോഡ് സംവിധാനം ഇല്ലാത്തതുകൊണ്ടുമാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ആ സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകത എന്താണ്? യൂണിഫോം എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടല്ലോ ഒരു സ്കൂളിന്റെയോ ഒരു കോളേജിന്റെയോ യൂണിഫോം. ഐക്യരൂപ്യത്തിലുള്ള വസ്ത്രമാണത്. അത് ഡ്രസ് കോഡാണ്. എന്നാൽ ഇത് സിവിൽ കോഡാണ്. ഏകരൂപ്യ നിയമം എന്നർത്ഥം. ഐക്യരൂപ്യത്തിലുള്ള എല്ലാവർക്കും ഒരേ നിയമം. അങ്ങനത്തെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണ്? എന്താണെങ്കിലും ശരി, നമ്മൾ യൂണിഫോം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കലാലയത്തിലെ യൂണിഫോമിനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ആ കലാലയത്തിലെ യൂണിഫോമിന് ഒരു പ്രത്യേക നിറമുണ്ടാകും. എന്ന പോലെ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകുന്ന യൂണിഫോം സിവിൽ കോഡ് ഏത് സിവിൽ കോഡാണ്? മതവിഭാഗത്തിന്റെ നിയമമാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? മുസ്ലിമിന്റെ നിയമം ഒരിക്കലും നടപ്പാക്കില്ല എന്ന് ഉറപ്പല്ലേ? ഞങ്ങൾ നിക്കാഹ് കഴിക്കുന്നത് സവ്വജ്തുക വ അൻകഹതുക ഖബിൽതു മിൻക നിക്കാഹ. ഈ ഈജബും കബൂലും മഹർ മാനദണ്ഡമാക്കി സാക്ഷികൾ മുഖേന വരനും വലിയും നടത്തിയാൽ നിക്കാഹായി. പെണ്ണവന്റെ ഭാര്യയായി നിയമാനുസൃതം. ഈ നിയമം എന്തായാലും ഇന്ത്യയിൽ നടപ്പാക്കില്ലല്ലോ. നടപ്പാക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം എന്തുകൊണ്ട്? അമുസ്ലിങ്ങളെ മേൽ ഇത് അടിച്ചേൽക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമിന്റെ നിയമം ഏക സിവിൽ കോഡ് ആക്കണം എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. കാരണം ഞങ്ങൾ ഇവിടെ 20% ഉള്ളൂ. 80% അമുസ്ലിങ്ങളാണ്. അവർക്ക് മേൽ എന്തിനാ ഞങ്ങളുടെ നിയമം അടിച്ചേൽപ്പിക്കുന്നത്? വേണ്ട. പിന്നെ നിങ്ങൾ ആരുടെ നിയമമാണ് കൊണ്ടുവരുന്നത്? ഭൂരിപക്ഷത്തിന്റെ നിയമം എന്നാണ് ഇന്ത്യ ഭരിക്കുന്ന കക്ഷി പറയുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് രാജ്യത്ത് ഹൈന്ദവരാണ്. ഹൈന്ദവരിൽ തന്നെ എല്ലാവരും ഓരോ നിയമം അനുസരിക്കുമോ? ഇല്ലല്ലോ. അവിടെ എന്റെ ഹിന്ദു സുഹൃത്തുക്കൾക്കും അടിസ്ഥാനപരമായി ഇതിനോട് താല്പര്യമില്ല. ക്രൈസ്തവ സമൂഹത്തിന് താല്പര്യമുണ്ടോ? അവർക്കും താല്പര്യമില്ല. ആർക്കും താല്പര്യമില്ലാത്ത ഏത് നിയമമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? അതോടനുബന്ധമായി മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. മുസ്ലിം സമൂഹത്തോട് പറയുന്നത് നിങ്ങൾക്കിത് സ്വീകരിച്ചാൽ എന്താ കുഴപ്പമെന്നാണ്. ഞങ്ങൾ പറയാം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഈ സ്ത്രീയിലെന്തോ ഗുരുതരമായ അച്ചടക്ക ലംഘനം കണ്ടു. പരപുരുഷ ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ പെണ്ണിനെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയാൽ കോടതിയിൽ ചെന്നാൽ മുസ്ലിം പേഴ്സണൽ ലോ നിലനിൽക്കുന്ന കാലത്തോളം ഈ പെണ്ണിന്റെ ഭാര്യയല്ല തെളിയിക്കാൻ പള്ളിയിൽ നിന്നുള്ള ത്വലാഖ് സർട്ടിഫിക്കറ്റ് മതി. അവളെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ പള്ളിയിലെ ഖാദിയുടെ നിക്കാഹ് സർട്ടിഫിക്കറ്റ് മതി. ഏക സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞു എന്നിരിക്കട്ടെ. ഈ പെണ്ണ് ഭാര്യയല്ലായി ഇസ്ലാമികമായി എങ്കിലും ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു, കുടുംബമായി, കുട്ടികളായി, കാലങ്ങളേറെ കഴിഞ്ഞ് ഞാൻ മരണപ്പെട്ടു പോയി, അഥവാ ഗൃഹനാഥൻ മരണപ്പെട്ടു പോയി. അയാളുടെ മക്കൾ അയാളുടെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ഈ പെണ്ണ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഞാൻ എന്റെ ഭാര്യയാണ്, എനിക്ക് ഭർത്താവിന്റെ സ്വത്തിൽ അവകാശമുണ്ട്. ഈ കുടുംബക്കാര് പറയും നിന്നെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കിയതാണ്. അവൾ കോടതിയിലേക്ക് പോകുന്നു. കോടതിയോട് അവൾ പറയുന്നു ആ മരിച്ച മനുഷ്യന്റെ ഭാര്യയാണ് ഞാൻ നിയമാനുസൃതമായി. കോടതി ഈ ചെറുപ്പക്കാരായ മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിക്കും, ഇത് നിങ്ങളുടെ പിതാവിന്റെ ഭാര്യയല്ലേ? അല്ല, ഞങ്ങളുടെ ഉപ്പ നിക്കാഹ് കഴിച്ചിരുന്നു, ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്, പള്ളിയിലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. കോടതി പറയും പള്ളിയിലെ സർട്ടിഫിക്കറ്റ് പറ്റില്ല, സാക്ഷികൾ മുഖേന ത്വലാഖ് ചൊല്ലിയ കടലാസും പറ്റില്ല. ഇവിടെ ഏക സിവിൽ കോഡാണ്. ഇവിടെ ഒരു പെണ്ണിന് പുരുഷന്റെ കയ്യിൽ നിന്ന് വിവാഹമോചനം നേടണമെങ്കിൽ കോടതിയിൽ അത് ബോധ്യപ്പെടുത്തി, കോടതിക്ക് ബോധ്യപ്പെടാൻ 2 വർഷമോ 1 വർഷമോ കാലാവധി എടുക്കുന്നെങ്കിൽ അതെടുത്ത് കോടതി മുഖേന പിരിഞ്ഞതേ പിരിച്ചിലാകൂ, ത്വലാഖാകൂ. അല്ലാതെ ഈ പെണ്ണൊരിക്കലും ഭാര്യയല്ലാതാകുന്നില്ല, അവൾക്ക് അവകാശം കൊടുക്കണം എന്ന് കോടതി പറഞ്ഞാൽ കൊടുക്കുകയോ? ഏതാണ് ഈ നിയമം? ഞങ്ങൾക്ക് സാധ്യമല്ല. അതിനോടനുബന്ധമായി കുറെ കാര്യങ്ങൾ വേറെ ഉണ്ടാകാൻ പോകുന്നു. വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ. സ്വാഭാവികമായും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണപ്പെടുമ്പോൾ മുസ്ലിം ആണെങ്കിൽ അവനെ പള്ളിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും.
നമ്മുടെ പരിസര പ്രദേശത്ത് ഏതോ ഒരാൾ പരാതി കൊടുത്തു കോടതിയിൽ. ഓരോരുത്തർക്കും വ്യക്തിപരമായ നിയമം അനുസരിച്ച് ജീവിക്കാൻ സൗകര്യമുണ്ട്. നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലെങ്കിലും ഇവർ കോടതിയിൽ ചെന്ന് പറഞ്ഞു മയ്യത്ത് ഭൂമിയിൽ വെക്കുന്നത് കൊണ്ട് പ്രകൃതിക്ക് നാശമുണ്ട്, തൊട്ടടുത്ത് ബുദ്ധിമുട്ടുണ്ട്. കാലങ്ങളായി വഖഫ് ഭൂമിയിൽ നമ്മൾ ചെയ്തു വരുന്ന പ്രവർത്തനമാണ്. കോടതി വിളിക്കും, വിചാരണ ചെയ്യും, നമ്മൾ പറയും ഞങ്ങൾക്ക് ഭൂമിയിൽ വെച്ചേ പറ്റൂ, അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, മാത്രമല്ല ഞങ്ങളുടെ മതത്തിന്റെ നിയമമാണ്. കോടതി പറയും മതത്തിന്റെ നിയമം ഈ രംഗത്തില്ല. കോടതി നിരീക്ഷിക്കും, ഇത് ഏക സുപ്രീം കോടതി നടപ്പാക്കിയ രാജ്യം, എല്ലാവർക്കും ഒരു നിയമമാണ്. പ്രകൃതിക്ക് നാശം വരുത്തും വിധം മയ്യത്ത് ഭൂമിയിൽ വെക്കണ്ട, നിങ്ങൾ ദഹിപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദഹിപ്പിക്കാനോ? നാളെ കോടതി അത് പറയില്ലേ? കോടതിയിൽ നിന്ന് അതല്ലേ ഉത്തരവ് വരുന്നത്? ഇസ്ലാമികമായി ജീവിതം ദുസ്സഹമാക്കുന്ന പ്രവർത്തനമല്ലേ ഇത്? ഞാനൊരു പെണ്ണിനെ നിക്കാഹ് ചെയ്ത് എന്റെ കൂടെ നിർത്തിയാൽ ആ പെണ്ണിന് ജനിക്കുന്ന കുട്ടികൾക്ക് സ്വത്തവകാശമുണ്ട്. ഒരു കുടുംബ പ്രശ്നമുണ്ടായി കോടതിയിലെത്തിയാൽ അവൾ ഭാര്യയല്ലെന്ന് വാദിച്ചാൽ ഭാര്യയില്ല. എന്താ കാരണം? രജിസ്റ്റർ വിവാഹമോ കോടതി രേഖയിലോ ഇതെന്റെ ഭാര്യയല്ല, സവ്വജ്തുക ഖബിൽതു മിൻക എന്ന 2 വാചകങ്ങൾ കൊണ്ട് കൂട്ടിയിണക്കിയതാണ്. അതിന്റെ രേഖ പള്ളിയിലുണ്ട്, കോടതി സ്വീകരിക്കില്ല. പിന്നെ ജീവിതം ദുസ്സഹമായില്ലേ? ഈ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഏക സുപ്രീം കോടതി വന്നാൽ ഞങ്ങൾക്ക് വരും. അതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഏക സുപ്രീം കോടതി വരുമ്പോൾ മതപരമായ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. ആ മതപരമായ ബുദ്ധിമുട്ട് മാനിച്ചുകൊണ്ട് നടപ്പാക്കരുത് എന്ന് പറയാനാണ് ജനസമൂഹം കൂടിയത്. ഇനി അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് വാശിയുണ്ടോ, അവകാശമുണ്ടോ, കൃത്യമായി പരിശോധിക്കാമല്ലോ നമുക്ക്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഏറ്റവും നീണ്ട ഭരണഘടന, 395ഓളം വകുപ്പുണ്ട്, 7000-ൽ പരം ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിനൊരു ഭരണഘടന തയ്യാറാക്കാൻ 2 കൊല്ലവും 11 മാസവും 17 ദിവസവും എടുത്തു. 3 വർഷത്തോളം എടുത്ത നീണ്ട കാലയളവിലുണ്ടാക്കിയ ഭരണഘടന. ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന വിഷയം. ഈ രാജ്യത്തെ ജനസമൂഹത്തിന്റെ ജീവിതക്രമത്തിന്റെ മാർഗരേഖയാണ് ഭരണഘടന. ഞങ്ങളതിനെ മാനിക്കുന്നു. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഏകദേശം 3000 ജാതികൾ, 25,000-ൽ പരം ഉപജാതികൾ. ഇവിടെ പിറന്നു വീണതടക്കം 8-ലധികം പ്രധാന മതങ്ങളുണ്ട് ഇവിടെ. അത്രയും ബൃഹത്തായ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത സംസ്കാരത്തിന്റെ നാട്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു എന്റെ പ്രസംഗത്തിൽ, നിങ്ങൾ കീശയിൽ നിന്ന് നോട്ടെടുത്താൽ മതി. ആ നോട്ടിൽ 17 ഭാഷയിൽ ഇത് എത്ര രൂപയാണെന്ന് എഴുതിയിട്ടുണ്ട്. ദുനിയാവിൽ ഒരു നോട്ടിൽ അത്ര ഭാഷ ഉണ്ടാവില്ല. 2 പ്രധാനപ്പെട്ട ഭാഷകൾ റിയാൽ എടുത്തു നോക്ക്, ഇംഗ്ലീഷിലും അറബിയിലും ഉണ്ടാവും. ഡോളർ എടുത്തു നോക്ക്, ഇംഗ്ലീഷിൽ മാത്രം ഉണ്ടാവും. ലോകത്ത് ഏത് കറൻസി എടുത്താലും 1, 2, 3 ഭാഷ. നമ്മുടെ കറൻസിയിൽ 2 ഭാഷകൾ, ഹിന്ദിയും ഇംഗ്ലീഷും വലിയ അക്ഷരത്തിൽ, ബാക്കി 15 ഭാഷ കോളത്തിൽ. 2000 നോട്ടിൽ 2 ഭാഷ തെറ്റിച്ചു എഴുതി. ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിൽ ശരി, നമ്മുടെ രാജ്യത്തെ അവസ്ഥ അതാണ്. എന്തിനാ ഈ 17 ഭാഷകൾ ഒരു നോട്ടിൽ കറൻസിയിൽ? അത്രയും വൈവിധ്യമുണ്ട് നമ്മുടെ രാജ്യത്ത്. ഈ വൈവിധ്യങ്ങളുടെ ഏകത്വ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. ഇത് നിലനിർത്തിയെങ്കിലേ രാജ്യത്ത് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കുമ്പോൾ 4 തൂണുകൾ അതിനുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഭരണഘടന ആമുഖത്തിലുണ്ട്. ഭരണഘടനയ്ക്ക് 4 പില്ലറുണ്ട്. ആ 4 തൂണിൽ മേലാണ് ഭരണഘടന നിൽക്കുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തൂണുകൾ: 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സൗഹൃദം. ഇത് 4ഉം രാജ്യത്ത് നിലനിൽക്കണം. ഞാനും എന്റെ ഹിന്ദു സഹോദരനും തമ്മിലുള്ള സൗഹൃദം നിലനിന്നെങ്കിലേ ഇന്ത്യ നിലനിൽക്കും. മാനവ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം മുഴക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന നമുക്ക് തന്ന സുപ്രധാനമായൊരു അവകാശമാണ് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. ഞങ്ങൾ ചോദിക്കുന്നത് ഭരണഘടന തന്ന അവകാശം നിലനിർത്തണമെന്നാണ്, പുതിയത് വേണമെന്നല്ല. കാലങ്ങളായി ഇന്ത്യ മഹാരാജ്യം പലരും ഭരിച്ചിട്ടും കവരാത്ത, ഇന്ത്യയുടെ പ്രഗത്ഭരായ ഭരണഘടനാ വിചക്ഷണന്മാർ ഈ രാജ്യത്തെ ജനസമൂഹത്തിന് അനുവദിച്ചു തന്ന നിയമം ഇന്ത്യയിൽ നിലനിൽക്കണം എന്ന് ഞങ്ങൾ പറയുന്നു. ഒരു പുതിയ അവകാശവാദം ഞങ്ങൾക്കില്ല. ഞങ്ങളൊരു കലാപത്തിന് പൊട്ടിപ്പുറപ്പെട്ടവരല്ല.
ഞങ്ങൾ പഴയ അവകാശം നിലനിർത്തണം. 25-ാം വകുപ്പ് എന്താ പറയുന്നത്? 25-ാം വകുപ്പ് പറയുന്നത് ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻടൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്. ഈ രാജ്യത്തെ ഓരോ വ്യക്തിക്കും അവന്റെ മനസ്സാക്ഷിക്കനുസരിച്ച ഒരു വിശ്വാസം തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ കൂടി ആളുകൾക്ക് ഇസ്ലാം തെരഞ്ഞെടുത്ത ആളുകളാണ്. അതിന് നമ്മുടെ ഭരണഘടന അവകാശം തന്നതാണ്. ആൻഡ് ദ റൈറ്റ്, എന്നിട്ട് നമുക്കൊരു അവകാശം തന്നു. റൈറ്റാണ്, അവകാശമാണ്. ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് റിലിജിയൻ. ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ്. വിശ്വസിക്കാനും അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും. നമ്മൾക്കൊരു മതം തെരഞ്ഞെടുക്കാനും അത് വിശ്വസിക്കാനും അനുഷ്ഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭരണഘടന അനുമതിയുണ്ട്. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 25-ാം വകുപ്പാണ്. ആ 25-ാം വകുപ്പിൽ കിട്ടിയ ഈ അവകാശം രാജ്യത്ത് നിലനിർത്തണം, നിലനിൽക്കണം എന്നേ നമ്മൾ പറയുന്നു. വേറൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. അതനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് നിലനിൽക്കുന്നു. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് മുസ്ലിം ജീവിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിയമം നമുക്ക് വേണം, ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. ഇല്ലെങ്കിൽ സ്വത്ത് തർക്കത്തിൽ മുസ്ലിം തർക്കിച്ചാൽ കോടതി ചെന്നാൽ എന്ത് ചെയ്യും? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഇത് മുസ്ലിമും തമ്മിൽ മാത്രമേ ബാധകമുള്ളൂ. 2, മുസ്ലിമിൽപ്പെട്ട ഒരാൾക്ക് തന്നെ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വേണ്ടേ? അവന് പോകാം. എനിക്കത് വേണ്ടെന്ന് കോടതി പറഞ്ഞൂടെ? അവന് മുസ്ലിം അല്ലാതാവാൻ. 3, ഉഭയകക്ഷികൾ മുസ്ലിം ആകുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. മുസ്ലിമും അമുസ്ലിമും തമ്മിൽ തർക്കം വരുമ്പോൾ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ബാധകമല്ല. ഇന്ന് വരെ മുസ്ലിങ്ങൾ ഈ സൗകര്യം അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് ഒരമുസ്ലിമും പരാതിയുമായി കോടതിയിൽ വന്നിട്ടില്ല. ഒരമുസ്ലിമിനും പരാതി ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, ഏതെങ്കിലും ഒരു അമുസ്ലിമിന് പരാതി ഉണ്ടെങ്കിൽ. ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. എന്നാൽ ഏക സിവിൽ കോഡ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ നമ്മളോട് പറയുന്നതോ അതും ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയുടെ 44-ാം വകുപ്പിൽ എഴുതി ചേർത്തിരിക്കുന്നു, നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് മുഴുവനായി ഒരു പൊതു സിവിൽ കോഡ് നടപ്പാക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. The state shall endeavor to secure for the citizen a uniform civil code throughout the territory of India. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശത്തെയും ജനങ്ങൾക്ക് ഒരു പൊതു നിയമം, സിവിൽ നിയമം നടപ്പാക്കാൻ ഭരണകൂടം ബാധ്യസ്ഥമാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ 44-ാം ഭരണഘടന അനുച്ഛേദമാണ്. ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് അത് ഭരണഘടനയുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന 44-ാം വകുപ്പും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 25-ാം വകുപ്പും ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ്. ഈ 2 ഭരണഘടനാ വകുപ്പുകളും ഒരേപോലെയാണോ? ഈ 2 ഭരണഘടനാ വകുപ്പുകളും ഒരുപോലെയാണോ? അത് പറ. 25-ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന അവകാശമാണ്. അടിസ്ഥാന അവകാശം എന്ന് പറഞ്ഞാൽ മൗലികാവകാശം എന്ന് മലയാളത്തിൽ പറയും. ആ 25-ാം വകുപ്പിൽ പറഞ്ഞ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ കോടതിയിൽ പോയി പുനഃസ്ഥാപിക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, 44-ാം വകുപ്പിനെ കുറിച്ച് എന്താ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്? 25-ാം വകുപ്പിനെ കുറിച്ച് എന്താ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ എന്താ ഭരണഘടന പറഞ്ഞ് പേടിപ്പിക്കാൻ വരിക? ഭരണഘടന പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും വരണ്ട. ഇന്ത്യൻ ഭരണഘടന ഏതൊരു പൗരനും പഠിച്ചാൽ ബോധ്യമാകുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ 25 മുതൽ 29 വരെയുള്ള വകുപ്പുകൾ മൗലികാവകാശമാണ്. അതിനെക്കുറിച്ച് 25-ാം വകുപ്പിന്റെ തന്നെ ആർട്ടിക്കിളിൽ പറയുന്നത് ആർട്ടിക്കിൾ 25 ഈസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന നമുക്ക് തന്ന അവകാശങ്ങളിൽപ്പെട്ട അടിസ്ഥാന അവകാശത്തിന്റെ ഒരു തൂണാണ്, നെടുന്തൂണാണ് 25-ാം വകുപ്പ്. അവ രാജ്യത്തെ അവകാശത്തിന്റെ നെടുന്തൂണാണ് 25-ാം വകുപ്പ്. മനസ്സിലാക്കണം. എന്നെ ശ്രമിക്കുന്ന ഇത് മനസ്സിലാക്കിയിട്ടില്ല ആളുകൾ പോലും മനസ്സിലാക്കണം. 25-ാം വകുപ്പ് രാജ്യത്ത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരാവകാശത്തിന്റെ നെടുന്തൂണാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഈ 44-ാം വകുപ്പ് അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറഞ്ഞാൽ നടപ്പാക്കിയാൽ നല്ലതാണ്, നിർദ്ദേശം മാത്രമാണ്. ഒന്നും നിർദ്ദേശം. ആ നിർദ്ദേശം എന്ന് പറയുന്നത് വെറും 44 അല്ല, വെറും 44 അല്ല, 36 മുതൽ 51 കൂടിയ 16 വകുപ്പുകളാണ്. 31 മുതൽ 56 മുതൽ 51 കൂടിയ 16 വകുപ്പ്. ആ വകുപ്പിൽ തന്നെ 37-ാമത്തെ വകുപ്പിൽ പറയുന്നു
അതുപോലെ തന്നെ 36 പറയുന്നു, ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട്, ഇവർ ഈ പറയുന്ന 44 അടക്കമുള്ള 16 വകുപ്പുകൾ shall not be enforceable by any court. Shall not be enforceable by any court. ഒരു കോടതിക്കും നടപ്പാക്കാൻ പറയാൻ അവകാശമില്ല. ഒരു കോടതിക്കും പറയാൻ അവകാശമില്ല. എന്തുകൊണ്ട് 44 വകുപ്പ് നടപ്പാക്കിയില്ല എന്ന് ഗവൺമെന്റിനോട് ചോദിക്കാൻ ഒരു കോടതിക്ക് അവകാശമില്ല. കോടതിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, എൻഫോഴ്സബിൾ അല്ല. നേരെ മറിച്ച് 25 വകുപ്പ് നഷ്ടപ്പെട്ടോ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന 44ഉം 25ഉം തുല്യമല്ല. 25 നിലനിർത്തിയേ പറ്റൂ, 44 നടപ്പാക്കിയാൽ നല്ലത്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് വാജിബും മറ്റേത് സുന്നത്തുമാണ്. വാജിബിന് കോട്ടം തട്ടിയിട്ട് സുന്നത്ത് നടപ്പാക്കണ്ട, അടിസ്ഥാന പൗരാവകാശം നഷ്ടപ്പെടുത്തിയിട്ട് മാർഗനിർദ്ദേശം നടപ്പാക്കണ്ട. നടപ്പാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, നമുക്ക് ഭരണഘടന നൽകുന്ന മറ്റൊരു അവകാശം 29ാം വകുപ്പ്, എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ, എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ, സിറ്റിസൺസ് മുഴുവനല്ല, രാജ്യത്ത് ഒരു വിഭാഗം പൗരന്മാർ. ഭരണഘടന പറയുന്ന വാചകം ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടാക്കിയതല്ലോ. എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ കൊടുത്തോ നമ്മുടെ രാജ്യത്ത്. ഇന്നും ഉത്തരേന്ത്യയിൽ ചിരട്ടയിൽ മാത്രം, മണ്ണിന്റെ പാത്രത്തിൽ മാത്രം കഞ്ഞി കുടിക്കാൻ അവകാശമുള്ള പാവപ്പെട്ട ഹരിജനങ്ങളില്ലേ? ബാബു ജഗജീവൻ റാം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട പ്രഗത്ഭ രാഷ്ട്രീയ നായകൻ ഡൽഹിയിൽ അനാച്ഛാദന ഗാന്ധിജിയുടെ പ്രതിമ ഗംഗയിലെ വെള്ളം കൊണ്ടുവന്ന് കെടുകിയവരില്ലേ രാജ്യത്ത്? എന്തിനാ കെടുകിയത്? അയാൾ അവർണനായതുകൊണ്ട്. ബാബു ജഗജീവൻ റാം പിന്നോക്കക്കാരനായതുകൊണ്ട്. എന്തിനധികം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയ സംസ്ഥാനമാണ് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. വലിയ പുരോഗതിയുള്ള രാജ്യമാണ്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഓഫീസിൽ നിന്ന് രജിസ്ട്രേഷൻ IAS രാമകൃഷ്ണൻ റിട്ടയർ ചെയ്തു. രജിസ്ട്രേഷൻ IAS അയാൾ റിട്ടയർ ചെയ്തു. ജോലി അടുത്തുള്ള പഠിപ്പിരിഞ്ഞു, പെൻഷൻ പറ്റി. പിറ്റേ ദിവസം ആ ഓഫീസിൽ ചാർജ് എടുക്കേണ്ട ആള്. അയാൾ അന്ന് ചാർജ് എടുത്തില്ല. ഓഫീസിലേക്കൊരു മെസ്സേജ്. എന്താ മെസ്സേജ്? 3 കാര്യം അടിയന്തരമായി ചെയ്യണം, ഞാൻ നാളെ ചാർജ് എടുക്കാൻ പോവാ. എന്താണ് അയാൾ പറഞ്ഞത്? 1, ആ ഓഫീസ് കസേര, ആ ഓഫീസ്, ആ കാറ്, അത് 3ഉം ചാണകമടിച്ചു തെളിച്ച് കഴുകണം, ഞാൻ നാളെ വരും. എന്തിനാ ചാണകമടിക്കുന്ന? നേരത്തെ ഇരുന്ന ആളെ ഹരിജനാണ്. ഞാൻ എന്റെ വക പറയുന്നില്ല. മലയാള മനോരമ പത്രം എഡിറ്റോറിയൽ എഴുതി, കേരളം എങ്ങോട്ട് പോകുന്നു ചോദിച്ചിട്ട്. വായിക്ക്. സാംസ്കാരിക കേരളത്തിൽ ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥൻ പിരിഞ്ഞു പോയപ്പോ അയാൾ ഹരിജനായതിന്റെ പേരിൽ സർക്കാരിന്റെ കസേരയും സർക്കാരിന്റെ ഓഫീസും സർക്കാരിന്റെ കാരും ചാണകവെള്ളം കൊണ്ട് കഴുകിച്ച മറ്റൊരു IAS ഓഫീസർ ജീവിക്കുന്ന നാട്ടില് നിങ്ങൾ എല്ലാ എംഒ സ്റ്റേഷനിൽ നിന്നും ഹരിജനങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ തമ്മാടിത്തത്തിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന രാജ്യത്ത് നിങ്ങൾ ഈ ശരീരത്തിന്റെ മേലിലാണ് കൈവക്കാൻ വരുന്നത്? രാജ്യം നന്നാക്കാനാണോ കലാപുണ്ടാക്കാനോ? ഭരണഘടന കൊണ്ട് പേടിപ്പിക്കാനൊന്നും വരണ്ട. നിങ്ങൾ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് ഇപ്പോഴും കടന്നിട്ടില്ല. ഒരു സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന ലക്ഷ്യം മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ പിന്നിലുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അൺടച്ചബിലിറ്റി ഈ രാജ്യത്ത് എത്ര നടക്കുന്നു? തൊട്ടുകൂടായ്മയില്ലേ ഈ രാജ്യത്ത്? തൊട്ടുകൂടായ്മയില്ലേ? മഴ പെയ്തപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ വരാന്തയിൽ കയറി നിന്ന ഒരു പാവപ്പെട്ട ഹരിജൻ മനുഷ്യരെ സവർണന്മാർ എറിഞ്ഞുകൊണ്ട സംഭവം ഇന്ത്യൻ പാർലമെന്റ് രേഖയിലുണ്ട്. മനുഷ്യങ്കർ അയ്യറ പ്രസംഗിച്ചത്. മഴ പെയ്തിട്ട് വരാന്തയിലൊന്ന് കയറിയുന്ന മനുഷ്യൻ, അതൊരു ക്ഷേത്രമാണ്. പക്ഷേ സവർണന്മാർക്ക് അവിടെ കയറാൻ പാടുള്ളൂ. അതിന്റെ പേരിൽ എറിഞ്ഞു കൊന്നു നോർത്ത് ഇന്ത്യയിൽ. അത് ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചത് മണിശങ്കർ അയ്യരുടെ പ്രസംഗം പാർലമെന്റിന്റെ രേഖയിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. നമ്മുടെ ഭരണഘടനയുടെ 46ാം വകുപ്പ് ഇത്തരം ചൂഷണങ്ങളൊന്നും രാജ്യത്ത് നടപ്പാക്കാൻ പാടില്ല. എന്തേ നിങ്ങൾ വേദനിച്ചില്ലല്ലോ? ഈ ഭരണഘടനാ വകുപ്പ് തിരിച്ചുകൊണ്ട് ഒരിക്കലും കണ്ണീര് പൊളിച്ചില്ലല്ലോ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ ഏകീകരണമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഇന്ത്യ മഹാരാജ്യത്തെ ഏകീകരിച്ചു നിർത്തുന്നത് ഇക്കണ്ട ഭരണാധികാരികൾ മുഴുവൻ കൈകാര്യം ചെയ്ത ഈ ഭരണഘടന തന്നെയാണ്. ഞങ്ങൾ ഇന്ത്യയുടെ മക്കളാണ്. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി സമരം ചെയ്തവന്റെ മക്കളാണ്. ചോര കൊടുത്ത് ഈ രാജ്യം സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ പൂർവ്വഗാമിയായ മഹദൂം തങ്ങള് പൊന്നാനിപ്പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ ബ്രിട്ടീഷുകാരെ പോലെ തന്നെ പോർട്ടുഗീസുകാർ പൊരുതണമെന്ന്. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പാണ് പറഞ്ഞത്, പോർച്ചുഗീസുകാർക്കെതിരെ പൊരുതണം നിങ്ങൾ. പോർച്ചുഗീസുകാർ നമ്മുടെ ശത്രുക്കളാണ്. മഹദൂമിന്റെ ഗ്രന്ഥമാണ് തോഫത്തുൽ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് തഹ്രീർ. അദ്ദേഹം പറഞ്ഞു മസ്ജിദ് എന്ന ഭാഷയിൽ, വലാ തജ്അലൂ യാ ഖൗമി ഫറഞ്ച ഔലിയാ വഇൻ ഖിഫ്തുമൂ ഹൽകൻ വഫൗതാ തിജാറതി.
എന്റെ ജനങ്ങളെ, നിങ്ങൾ പോർച്ചുഗീസുകാരോട് സഹകരിച്ചു പോകരുത്, അവർ വിദേശികളാണ്. നിങ്ങളെ കച്ചവടം നശിച്ചാലും ജീവൻ വഴിമുട്ടിയാലും സഹകരിക്കേണ്ട, അത് രാജ്യത്തിന് അപകടമാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴും പറഞ്ഞു, വെളിയങ്കോട് കാക്കത്തറയിൽ കാതിയാരകത്ത് ഉമർഖാദി തങ്ങൾ തന്റെ ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് നികുതി കൊടുക്കേണ്ട മക്കളെ ബ്രിട്ടീഷുകാർക്കെന്ന് പറയുന്ന കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ജനിച്ചിട്ടില്ല. പണിക്ക് ചരിത്രം, ഇതിന്റെ രാഷ്ട്രപിതാവ് ജനിച്ചിട്ടില്ല. അന്ന് സമരം ചെയ്തവരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഇവരുടെ പൂർവ്വഗാമികൾ, ആ പണ്ഡിത സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന മമ്പുറത്തെ തങ്ങളടക്കമുള്ള മഹത്തുക്കൾ വൈദേശിക അധിനിവേശികൾക്കെതിരെ ധീരമായി പൊരുതി രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങാൻ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിയ സ്വരത്തിൽ എഴുതിവെച്ച മതപരമായ അവകാശം സംരക്ഷിക്കാൻ ഈ പണ്ഡിതർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഭരണഘടന പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മോചനത്തിന് ജീവൻ കൊടുത്തവരുടെ മക്കളാ. ആ ജീവൻ കൊടുത്തവരുടെ മക്കൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഇസ്ലാമിക ശരീഅത്തിനെ തൊട്ടിക്കളിക്കാൻ ഒരുത്തനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതൊരിക്കലും തീവ്രതയല്ല, അതൊരിക്കലും അവകാശവാദമല്ല. ഞങ്ങളുടെ മതത്തിന്റെ ഭാഷയാണ്. നിങ്ങൾ പറയുന്നത് വാശിയല്ല. എന്താ? അള്ളാഹുവിന്റെ നിയമത്തെ ഞങ്ങൾക്ക് നീക്കാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു വാശിയില്ല, ഒരു വാശിയും ഞങ്ങൾക്ക് ഈ കാര്യത്തിലില്ല. പക്ഷേ ഞങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടും. തിൽക ഹുദൂദുല്ലാഹ്, തിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹുവിന്റെ പരിധിയാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സഹു എന്നല്ലേ. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്നല്ലേ. ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അള്ളാഹുവിന്റെ നിയമത്തെ ധിക്കരിച്ചാൽ അള്ളാഹുവിനെ ഞങ്ങൾ കുറ്റക്കാരാവും. ഞങ്ങൾക്ക് പേടിയില്ല. അള്ളാഹുവിന്റെ നിയമത്തിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ വയ്യ. അല്ലാതെ രാജ്യത്തെ വെല്ലുവിളിക്കാനല്ല, കുഴപ്പമുണ്ടാക്കാനല്ല. എല്ലാ തീവ്രവാദത്തെയും അടിച്ചമർത്തിയ പ്രസ്ഥാനമാണ് സമത്ത. ആരൊക്കെ തീവ്രവാദത്തിലേക്ക് വഴി നടന്നുവോ അവരെ മുഴുവൻ തിരുത്തിയ പ്രസ്ഥാനമാണ് സമത്ത. അപകടമുണ്ടാക്കരുതെന്ന് മക്കളോട് പറഞ്ഞ പ്രസ്ഥാനമാണ് സമത്ത. ഞങ്ങളൊക്കെ പ്രസംഗിച്ച് വളരുന്ന സമയത്ത് ശംസുലമാകുന്നൊരു നിർദ്ദേശമുണ്ട്, ഖദ്ദല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനുഭാവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യ ഒരു ബഹുമത രാജ്യമാണ്. ഇവിടെ എല്ലാ മതക്കാരുമുണ്ട്. അന്യമതസ്ഥനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു പോകരുത്. രാജ്യത്തിന്റെ അഖണ്ഡത കോട്ടം തട്ടുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. രാജ്യദ്രോഹത്തെക്കുറിച്ചും തീവ്രതയുടെ അപകടത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി ബോധ്യമുള്ള മനുഷ്യരായിരുന്നു സമത്തയുടെ നേതാവ്. ഞങ്ങൾ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അത്തരം സ്വരം പ്രകടിപ്പിച്ചപ്പോഴൊക്കെ അതിനെതിരെ ആദ്യം മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് സമത്ത. അവിടെ സമത്തയെ ഈ രാജ്യസ്നേഹം ആരും പഠിപ്പിക്കാൻ വരണ്ട എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ ഭരണഘടന അവകാശം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ, തുറന്നും ചോദിക്കുന്നില്ല. എല്ലാ സമുദായത്തിനും അവകാശമുണ്ടല്ലോ. ഈ അവകാശം എല്ലാ സമുദായത്തിനും. ഉദാഹരണം, നമ്മുടെ രാജ്യത്തെ സിഖ് സമുദായത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ. സിഖുകാരൻ തലപ്പാവ് കെട്ടി ഇതിലെ പോകുമ്പോ ഈ യോഗത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, നിങ്ങൾക്ക് അയാൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നതുകൊണ്ട് പിടിക്കാൻ വല്ല അവകാശമുണ്ടോ? നിങ്ങൾ പിടിക്കൂല. എന്താ കാരണം? അയാൾക്ക് അതിന്റെ അവകാശം. അയാളൊരു വാളും കൊണ്ട് ബസ്സിൽ കയറിയാൽ മാരകായുധം കൊണ്ടു നടന്നു എന്ന് പറഞ്ഞ് കേസെടുക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ടോ? ഇല്ല. എന്താ കാരണം? ദ വിയറിംഗ് ആൻഡ് ക്യാരിങ് ഓഫ് കൃപാൻസ്. വിയറിംഗ് ആൻഡ് ക്യാരിങ്, ധരിക്കലും കൊണ്ടു നടക്കലും കൃപാൻ, വാള്, shall be deemed to the includer to be included in the profession of Sikh religion. Profession of Sikh religion. സിഖുകാരുടെ മതത്തിന്റെ അവരുടെ ജീവിത വൃത്തിയുടെ ഭാഗമാണ്. ഒരു സിഖുകാരനെ കൊണ്ടിറക്കാൻ പോലീസിന് വകുപ്പില്ല. ഉസ്താദ്, പള്ളിയിലെ ഉസ്താദ്, കാതിയുടെ എത്ര വലിയ തലകെട്ട് കെട്ടിപ്പോയാലും ഹെൽമെറ്റൊക്കെ ഞാൻ പിടിക്കും, ഫൈനിടും. മറ്റാളിട്ടില്ല. ഞങ്ങൾക്ക് എന്തിനു പരാതിയില്ല. എന്താ കാരണം? അത് അവരുടെ മതപരമായ അവകാശം. ഒരു സിഖുകാരനെ സൈന്യത്തിൽ താടി വെക്കാം, ഒരു സിഖുകാരനാണെങ്കിൽ പോലീസിൽ താടി വെക്കാം. ശബരിമലക്ക് പോകുന്ന എന്റെ പ്രിയപ്പെട്ട പോലീസുകാരന് മാലയിട്ടാൽ താടി വെക്കാതെ പോലീസിൽ തുടരാം. മുസ്ലിമിന് താടി വെക്കാൻ പറ്റുമെന്നുള്ള ഇപ്പോഴും ചർച്ചയാണ്. അപ്പോഴാ ഒരാൾ പറഞ്ഞ ഇസ്ലാമിന് താടിയൊന്നുമില്ല. ആ ചർച്ചയിലേക്ക് ഞാനിപ്പോ വരുന്നില്ല, അത് വിഷയം വേറെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, അവർക്കതിന് അവകാശം. ഒരു മുസ്ലിം താടി വെക്കാൻ പറ്റില്ല. എന്താ കാരണം? അതങ്ങനെയാണ്. ഞാൻ പറയുന്നു, ഓരോ മതത്തിന്റെ അവകാശം നിലനിർത്താൻ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നില്ല. സിഖുകാരന്റെ തലപ്പാവ് വഴിക്കണമെന്ന് ഞങ്ങൾക്ക് അവകാശമില്ല. കാരണം ഞങ്ങളോട് ഇസ്ലാം പറഞ്ഞത് വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. ഇസ്ലാമേതര വിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു പണിയും എടുക്കാൻ പാടില്ല. ഹിന്ദുവിന്റെ ആചാരം തുടരുന്നതിൽ നമുക്കൊരു പരാതിയില്ല. ഈ ബഹുമത രാജ്യത്ത് ഓരോരുത്തരും അവരുടെ മതമനുസരിച്ച് പോകട്ടെ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഓരോരുത്തർക്കും അനുസരിച്ച് മുന്നോട്ട് പോകാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ പ്രധാനമന്ത്രി ഉത്തരേന്ത്യയിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്.
ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീര് ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ മുത്തലാഖ് നിരോധിക്കും. അതിന് ഏകസ്വരത്തോട് കൊണ്ടുവരണം. ശരീഅത്ത് നിയമം പൊളിച്ചെഴുതണമെന്നാ പറഞ്ഞത്. ആ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി പറഞ്ഞ ഈ വിഷയത്തിൽ മുത്തലാഖിന് എന്തിനാ വലിച്ചിട്ടത്? അതിൽ ചില കാരണങ്ങളുണ്ട്. മുത്തലാഖ് എന്ന് പറയുന്ന വിഷയത്തിൽ പലർക്കും സംശയങ്ങൾ. മുത്തലാഖ് എന്ന് പറഞ്ഞ 3 തൊലാഖ് എന്ന അർത്ഥമുള്ള ഞാൻ വിശദീകരിക്കാം. ഈ മുത്തലാഖ് ഇതിൽ വലിച്ചിട്ടതിന്റെ പ്രധാന ഉദ്ദേശം, ഒന്ന്, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുടെ പിൻബലം കിട്ടും. കാരണം ശരീഅത്ത് മാറ്റേണ്ടത് തന്നെയാണെന്നൊരു തോന്നൽ വരും. 2, സ്ത്രീകളുടെ ഭാഗത്ത് തൊലാഖ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ അവർക്ക് വിദ്വേഷമാണ്, അവരെ പിൻബലം കിട്ടും. 3, ഈ 3 തൊലാഖും ഒരുമിച്ച് ചൊല്ലുന്നത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം. എങ്ങനെ 3 തൊലാഖ് ഒരുമിച്ച് ചൊല്ലാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ 3ഉം ചൊല്ലിയാൽ 3ഉം പോകുമോ പോകൂലെന്ന് അയിമ്മത്തുൽ അർബഅത്ത് ഒരു വ്യത്യാസമില്ല. 3ഉം ചൊല്ലിയാൽ 3ഉം പോകും. അതുകൊണ്ട് 4 മദ്ഹബിലും 3ഉം ഒരുമിച്ച് ചൊല്ലിയാൽ 3ഉം അപ്പം തന്നെ പോകുമെന്ന് തർക്കമില്ലാത്ത വിഷയം സമത്ത പറഞ്ഞു. 3 ചൊല്ലിയാൽ 3ഉം പോകും. ഞാൻ നിങ്ങൾക്ക് 300 രൂപ തരാണ്ടെങ്കിൽ ഇന്ന് 100 തന്നു, നാളെ 100 തന്നു, മറ്റന്നാൾ 100 തന്നു, വിഷയം തീർന്നു. കടമ്പി 300 100 തൊട്ട് ഒന്നിച്ചാണ് കയ്യിൽ കൊടുത്തിട്ട് കടം തീർന്നവരെ 100 ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അടി കൊടുത്തോടെ. ഒന്നിച്ച് 300 കൊടുത്താൽ തീർന്നു, 3 ദിവസം കൊടുത്താലും തീർന്നു. ഏത് രീതിയിൽ ചിലപ്പോൾ 500 തന്നെ കൊടുക്കുന്നതിന് വിലയില്ലല്ലോ. അവിടെ പോട്ടെ 500 തന്നെ തീരും. ഒറ്റയ്ക്ക് ചെയ്താൽ തീരും. അത് തീരില്ല എന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നു. അവർക്കല്ല സ്വാതന്ത്ര്യം നമ്മൾ എതിർക്കുന്നില്ല. 3 വക്ത നിസ്കാരമുണ്ടെന്ന് പറഞ്ഞ ആളും ഇവിടെ ഉണ്ടായിരുന്നല്ല. കാണാതായപ്പോ ചിലർ പേടിച്ചു എന്നല്ലല്ലോ. അപ്പൊ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു തർക്കമുണ്ടോ എന്ന് തോന്നിയപ്പോൾ മുസ്ലിങ്ങളെന്ന് ഭിന്നിപ്പിച്ച് നിർത്താൻ പറ്റുമോ നോക്കിയതാ. അവിടെയും നമ്മൾ ഉയർന്നു നിന്നു. കാരണം കോഴിക്കോട്ട് തങ്ങൾ വിളിച്ച യോഗത്തിൽ സമത്വ കേരള ജമിയത്തുൽ ഈ തർക്കമൊന്നും ഇപ്പൊ കൊണ്ടുവരാൻ പാടില്ല. എല്ലാ മുസ്ലിം സംഘടനകളും യോജിച്ചു നിന്നു. അത് മാന്യതയാണ്, അവരെ അഭിനന്ദിക്കും. ആ വിഷയത്തിൽ അവർ കാണിച്ച മാന്യതയെ അഭിനന്ദിക്കാതെ വയ്യ. പക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. മുസ്ലിം പെണ്ണുങ്ങളുടെ കണ്ണീരൊപ്പാനാണ് ഞാനിത് ചെയ്യുന്നത് പറയുന്ന ആ കൈയുണ്ടല്ലോ, ഉയർത്തി വീശുന്ന കൈ. ആ കൈ ഇന്ത്യ മഹാരാജ്യത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എത്ര പെണ്ണുങ്ങളുടെ മാനം കവരാൻ നിയമപാലകർക്ക് കൂട്ടുനിന്ന് കൊടുത്ത കൈയാണ്. ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ വയറ് പിളർത്തിയിട്ട് ഗർഭിണിയോട് ചെയ്യുന്ന ക്രൂരത, വയറ് പിളർത്തിയിട്ട് കുഞ്ഞിനെ തൃശൂലത്തിൽ കുത്തി ചുട്ടെടുത്തു കാണിച്ചു. ആ പെണ്ണിന്റെ വേദനയും കണ്ണീരും കാണാൻ കഴിയാത്ത പ്രധാനമന്ത്രി അനേകം സ്ത്രീകൾ മാനഭംഗപ്പെടുത്തപ്പെട്ടപ്പോൾ കാണാത്ത അവസ്ഥ, അഖ്ലാഖിന്റെ ഭാര്യയുടെയും കുട്ടികളെയും അവസ്ഥ, തല്ലിക്കൊന്ന അഖ്ലാഖിന്റെ ഭാര്യയും മക്കളും അനുഭവിക്കുന്ന പീഡനം അറിയുമോ? അതെന്താ? കണ്ണീരല്ലേ? കേവലം രാജ്യത്തെ ബീഫ് നിരോധത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊന്നു. എത്ര കൊലപാതകങ്ങൾ ഇതുപോലെ ഉത്തരേന്ത്യയിലുണ്ടായി? എന്തിനധികം അയാൾ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ യോജിച്ച് ജീവിച്ചു എന്ന് പറയുന്ന, എന്നെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന യശോദാബെൻ എന്ന് പറയുന്ന പെണ്ണ്, ആ പെണ്ണിനെ വഴിയാധാരമാക്കിയിട്ടല്ലേ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്? ആ പെണ്ണ് പത്രക്കാരോട് പറഞ്ഞില്ലേ, എന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു, തഴയപ്പെട്ടൊരു പെൺകുട്ടി ഇന്നും ഇന്ത്യയിൽ ജീവിക്കുമ്പോ സ്വന്തം കെട്ടിയ പെണ്ണിന്റെ കണ്ണീരൊപ്പാൻ കഴിയാത്തയാൾ മുസ്ലിമിന്റെ പെണ്ണിന്റെ കണ്ണീരൊപ്പാൻ വരേണ്ട കാര്യമില്ല, ആവശ്യമില്ല. കണ്ണീരുണ്ടെങ്കിൽ ഒപ്പാൻ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരും ഞങ്ങൾക്ക് നേതാക്കളുമുണ്ട്, ഞങ്ങൾക്കത് മതി. ഈ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ ഒരു അവതാരത്തെ ഞങ്ങൾക്ക് ആവശ്യമില്ല. പ്രധാനമന്ത്രി എന്ന രീതിയിൽ മാനിക്കും. ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും പ്രധാനമന്ത്രി തന്നെയാണ്. ആ അവസ്ഥയെ നമ്മൾ മാനിക്കുന്നു. ഇനി മുത്തലാഖോ? എന്താണ് ഇപ്പൊ ഈ മുത്തലാഖ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന സംഗതി? 3 തൊലാഖാണ്. 3 തൊലാഖ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ തെറ്റിദ്ധരിച്ചു 3 തൊലാഖ് ഒന്നിച്ചു ചൊല്ലി പെട്ടെന്ന് പിരിക്കാൻ. സത്യത്തിൽ മുത്തലാഖ് എന്ന് പറയുന്നത് നിയന്ത്രണമാണ്. പണ്ട് കാലത്ത് അനിയന്ത്രിതമായ തൊലാഖ് ഉണ്ടായിരുന്നു. തൊലാഖ് ചൊല്ലും യുദ്ധ കഴിയുമ്പോൾ തിരിച്ചെടുക്കും, തൊലാഖ് ചൊല്ലും യുദ്ധ കഴിയുമ്പോൾ തിരിച്ചെടുക്കും. അനിയന്ത്രിതം, കണക്കൊന്നുമില്ല അതിന്. ഒരു പെണ്ണിനെ എത്രയും തൊലാഖെല്ലാം എത്ര വട്ടവും തിരിച്ചെടുക്കാം. അതിനേക്കാൾ വലിയ പീഡനം ദുനിയാവിൽ എന്താണ് ഒരു പെണ്ണിന്? അതുകൊണ്ട് ഇസ്ലാം ഒരു പുരുഷനോട് പറഞ്ഞു, നീ 3 തവണ തൊലാഖ് ചൊല്ലിയാൽ, തൊലാഖ് 2 തവണയാണ് മടക്കിയെടുക്കാവുന്നത്, 3-ാം തവണ ചൊല്ലിയാൽ പെണ്ണിനെ നിനക്ക് കിട്ടില്ല. ഈ വിഷയം എന്ന് പലരും തെറ്റിദ്ധരിപ്പിച്ചു. മാത്രമല്ല, ആ തൊലാഖ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് ഒരിക്കലും ഒരു വിവാഹം പോകാതിരിക്കാൻ അതിന്റെ ചുറ്റുപാടുകൾ മുഴുവൻ കൃത്യവും യുക്തവുമായി ഇസ്ലാം നിയന്ത്രിച്ചു. ഇസ്ലാമിന്റെ നിയന്ത്രണം നോക്ക് നിങ്ങൾ. ഒരുപാട് വിഷയം ഇതിൽ പറയാൻ അല്പസമയം കൂടി വേണം. الله أكبر الله أكبر.
മൂന്നാമത്തെ കാര്യം നോക്ക്, നിങ്ങൾ എത്രയുണ്ട്? പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ കഴിയുമെങ്കിൽ പെണ്ണ്. ഇസ്ലാം കൃത്യമായി ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് പോകുവാൻ ആവശ്യമായ അനിവാര്യമായ നിർദ്ദേശമാണ് ആമുഖത്തിൽ തന്നെ സമർപ്പിക്കുന്നത്. ഉദാഹരണം, ഒരു പുരുഷനും സ്ത്രീയും വിവാഹം ആലോചിക്കുമ്പോൾ ആദ്യം കഫാഅത്ത് നോക്കണം. അവൾ ആ കുടുംബത്തിൽ അനുഭവിക്കുന്ന അതേ നിലവാരത്തിൽ എനിക്ക് കൊണ്ടുവന്ന് പോറ്റാൻ കഴിയുമോ? ഇത് നോക്കിയിട്ട് മതി പെണ്ണ് കെട്ടൽ. എന്താണ് അതിന്റെ അർത്ഥം? ആ പെണ്ണെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം. ആ പെണ്ണ് ഇവിടെ വന്ന് ശ്വാസം മുട്ടരുത്. അവൾ സമ്മതിക്കുന്നുവെങ്കിലൊക്കെ. രണ്ടാമത്തേത്, അന്യസ്ത്രീയെ നോക്കൽ ഹറാമാണെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കാണൽ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. അന്യസ്ത്രീ ആയിക്കൊണ്ട് തന്നെ അവളെ കാണൽ സുന്നത്ത. ഒരു ഹറാമ നേരെ സുന്നത്താവുക. ബന്ധം നിലനിർത്താനാണ്. അനുവദിക്കാൻ പറ്റാത്തൊരു കാര്യം ഇസ്ലാം സുന്നത്താക്കി വെച്ചു കൊടുത്തു. കാണൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം നോക്ക്, നിങ്ങൾ എത്രയുണ്ട്? പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ കഴിയുമെങ്കിൽ പെണ്ണ് കെട്ടിയാൽ മതി. വെറുതെ ചാടി പെണ്ണ് കെട്ടുന്ന ഏർപ്പാടല്ലത്. അങ്ങനെയൊക്കെ ആലോചിച്ച് പിടിച്ച് ശരിക്കും ബോധ്യപ്പെട്ട് സാക്ഷികൾ മുഖേന അവൾക്ക് മാന്യമായ മഹർ ചെലവാക്കി ആ സദസ്സിൽ വെച്ചുകൊണ്ട് സാക്ഷി മുഖേന മഹർ മാനദണ്ഡമാക്കി വലിയന്റെ കയ്യിൽ നിന്ന് കബിൽത്ത് മിൻകാത് വന്നാൽ ആ വിഷയത്തിന്റെ ഗൗരവം എത്രയാണെന്നറിയോ? വഖദ് അഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. ഗൗരവതമായ വാക്കാണ്, ബലിഷ്ഠമായ കരാർ ലംഘിക്കരുത്. ഒന്നുകൂടി പറഞ്ഞ് പരിശുദ്ധ തിരുത്ത്. ഇത് ഖുർആനാണ് പറഞ്ഞെങ്കിൽ അതിന്റെ വ്യാഖ്യാനം പരിശുദ്ധ തിരുത്തൂതർ ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ലോകത്ത് വെച്ചൊരു മനുഷ്യൻ പാലിക്കേണ്ട കരാറിൽ വെച്ച് ഏറ്റവും വലിയ കരാർ. അത് പാലിച്ചേ പറ്റൂ. ആ പെണ്ണിനെ നിലനിർത്തണം. ഒരിക്കലും പിരിച്ചുവിടാൻ പറ്റില്ല. ഇനി പിരിച്ചുവിടണമെങ്കിലോ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ പുരുഷനും സ്ത്രീയും പിണങ്ങിയിരിക്കട്ടെ. അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ടല്ലാതെ തൊലാക്ക് ചൊല്ലാൻ പാടില്ല. അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ടല്ലാതെ തൊലാക്ക് ചൊല്ലാനേ പാടില്ല. ഏതാ അഞ്ചാമത്തെ സ്റ്റെപ്പ്? ഒന്നാമത്തെ സ്റ്റെപ്പ് രണ്ട് മനുഷ്യനല്ലേ പിണക്കം വരും. ഫസ്റ്റ് സ്റ്റെപ്പ് ഫഅ്ലൂഹുന്ന, അവരെ ശരിക്കും ഉപദേശിക്കുക. ഒരു ശരിക്കൊരു മനസ്സ് തുറന്ന സംസാരം. ആണും പെണ്ണും മുഖം വീർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ ശരിക്കും ഒരുമിച്ചിരുന്നൊന്ന് ചർച്ച ചെയ്താൽ പ്രശ്നം തീരും. അതാണ് ഫഅ്ലൂഹുന്ന. രണ്ട്, വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ്, സഹശയനം വെടിയുക. ഒന്നിച്ച് കിടക്കണ്ട. ഇനി കിടന്നാൽ തന്നെ പെണ്ണ് ഇങ്ങേ തലക്കൽ അവളും അങ്ങേ തലക്ക് അവനും കിടന്നാൽ ഒരു അകലുണ്ടാവും. നിങ്ങൾ റൂം അടച്ച് കിടന്നു നോക്കി എത്ര നേരം പിടിച്ചിട്ടും അരമണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ തോണ്ടുമ്പോ കാര്യങ്ങൾ മുന്നോട്ട് പോകും, വിഷയം തീരും. ഇല്ല, അങ്ങനെ ചെയ്യും. ഇനി അങ്ങനെയല്ല, ബലം പിടിച്ച് നിൽക്കാന്ന് വിചാരിക്കാം. എന്നാ പിന്നെ എന്ത് ചെയ്യാം? മൂന്നാമത്തെ സ്റ്റെപ്പ് വതറി പോകുന്ന, ചെറുതായിട്ട് അടിക്കുക എന്ന് പറയുമ്പോൾ ലറബാന്ന് കേൾക്കുമ്പോഴേക്കും ലാത്തി ചാർജ് നടത്തണ്ട. കാരണം അങ്ങനെയാണെങ്കിൽ വഴുതുന്ന വഴുതെന്ന് പറഞ്ഞാൽ എന്താ? വഴുതാണ്. അവിടെ നമ്മൾ ഭാര്യ പിണങ്ങിയാ പിന്നെ ഒരു മൈക്ക് സെറ്റ് ഏൽപ്പിച്ച് പള്ളിയിലെ കാലേറെ കൊണ്ടുവന്ന് വീട്ടിൽ വഴുതൊന്നും ഘടിപ്പിക്കണ്ട. അത് എന്ന പോലെ അടിക്കുക എന്ന് പറഞ്ഞാൽ തൂവാല കൊണ്ട് അടിക്കുന്ന വിഷയം വരെയുണ്ട്. സ്വഭാവം ഇഷ്ടമില്ലാന്ന് ബോധ്യപ്പെടുത്താനുള്ള എന്തെങ്കിലും ചെയ്താൽ മതി, ചെറിയ ശിക്ഷ. മൂന്ന് കാര്യം നിനക്ക് ചെയ്യാൻ പറ്റിയത് നടക്കണില്ല. എന്നാ പിന്നെ എന്താ ചെയ്യാ? നിന്റെ കാര്യം കഴിഞ്ഞ് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ പിന്നെ കാലി ഇടപെടണമെങ്കിൽ ഇടപെടണം. രണ്ട് കുടുംബത്തിലെയും നീതിമാന്മാരായ രണ്ടു പേരെ ഏൽപ്പിച്ചിട്ട് ചർച്ച നടത്തണം. കാലിക്ക് നേതൃത്വം കൊടുക്കാം. കുടുംബത്തിലെ രണ്ട് ഭാഗത്തും വേണം. അവന്റെയും അവളും കുടുംബത്തിലെ നായകന്മാർ വേണം. ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുക. അവിടെ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെ പടച്ചറപ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കണം. ഒന്ന്, ഉപദേശിച്ചു, കിടപ്പറയിൽ അകന്നു നിന്നു, ചെറുതായി ശിക്ഷിച്ചു. എന്നിട്ട് പിന്നെ കുടുംബക്കാരെ കൂട്ടി ചർച്ച ചെയ്തു. നാലാം ഘട്ടത്തിൽ റബ്ബ് പറയുന്നു, ഈ യുരീദ ഇസ്ലാഹ യുവഫിഖില്ലാഹു ബൈനഹുമാ. പടച്ച റബ്ബ് ആ ബന്ധം നിലനിർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഖൈറുണ്ടെങ്കിൽ പഠിച്ചോ നിലനിർത്തും. അല്ലാഹ് ഖൈറ് കണ്ടിട്ടില്ലെങ്കിലോ പിന്നെ പിരിയന്നെ നല്ലത്. പിന്നെ പിരിയലാണ് ഖൈറെങ്കിൽ പിന്നെ പിരിയലാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അവസാനം സ്റ്റൗ ഇട്ടേണ്ടി വരും അടുക്കളയിൽ. അങ്ങനെ ചിലടത്ത് പൊട്ടാറുണ്ട്. അതിന്റെ മാനങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ. അങ്ങനെ പിരിയേണ്ട ഒരു ഘട്ടം വന്നാൽ ഒരു തൊലാക്കില്ല. അഞ്ചാം സ്റ്റെപ്പ് ഒരു തൊലാക്ക്, ഒറ്റ തൊലാക്ക്. ഇസ്ലാമിന്റെ ഒരു പെണ്ണിനെ വിവാഹമോചനം നടത്താൻ 3 തൊലാക്ക് വേണ്ട, 1 മതി. ഒരു തൊലാക്ക്, അത് മതി. ആ ഒരു തൊലാക്ക് ചെല്ലിയിട്ട് തന്നെ 6ാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇദ്ദാകാലത്തെ സംരക്ഷണം ഭർത്താവ് ഏറ്റെടുക്കുക. അവിടെ തന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ആ പെണ്ണിനെ ആർത്തവ സമയത്ത് തൊലാക്ക് ചൊല്ലരുത്, ഹറാമാണ്. സംഭോഗം ചെയ്ത ശുദ്ധിയിലും തൊലാക്ക് ചൊല്ലരുത്, ഗർഭധാരണത്തിന് സാധ്യതയുണ്ട്. ഒരു പീഡനം ആ പെണ്ണിന് കൊടുക്കും വിധമാകരുത് തൊലാക്ക്. പിരിയുമ്പോൾ പോലും ശ്രദ്ധിക്കണം. ഇനി അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും
അങ്ങനെ ഒക്കെ തന്നെയാണെങ്കിലും പിരിയൽ നിർബന്ധമായിട്ട് പിരിയാണെങ്കിലും അവിടെ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ഇത് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് കൃത്യമായി കാണുന്നവനാണ്. വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. ആ വാക്ക് ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിൽ കയറും. വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം. എന്താ അർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പറഞ്ഞു, ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലുന്നെങ്കിൽ അബ്അദുൽ ഹലാൽ, അള്ളാഹു അനുവദിച്ചതിൽ വെച്ച് പടച്ചറപ്പിന് ഏറ്റവും ദേഷ്യമുള്ള സംഗതി. 2, യഹ്തസ്സു ബിഹി അർശുർ റഹ്മാൻ, ആ പെണ്ണിനെ ത്വലാഖ് ചൊല്ലുമ്പോൾ പടച്ചറപ്പിന്റെ സിംഹാസനം വിറക്കും. അപ്പൊ ഒരു ത്വലാഖിന്റെ ഗൗരവം എന്നാച്ചു, പരമാവധി ഒന്നിച്ചു പോകാൻ തന്നെ ശ്രമിക്കേണ്ടത്. ഒരിക്കലും നടക്കൂലെങ്കിൽ പിന്നെ പിരിയാൻ, ഒരിക്കലും നടക്കൂലെങ്കിൽ പിരിയാ. അപ്പൊ നിർബന്ധ ഘട്ടത്തിലെ പിരിയാവൂ. പിരിയുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അവിടെ തന്നെ മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല, മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഭാഷ അത് ശരിക്കും നിലനിർത്തുക, അല്ലെങ്കിൽ മാന്യമായി പിരിച്ചുവിടുക. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞതാണ്, ഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. നല്ല നിലക്ക് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ മാന്യമായി പിരിയുക. അവിടെ തന്നെ ഖുർആൻ പറഞ്ഞു, വലാ യഹില്ലു ലക്കും അൻ തഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈആ. കൊടുത്ത മഹറിന് ബന്ധപ്പെട്ട സ്ത്രീയിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങാൻ പാടില്ല, ഒന്നും തിരിച്ചു വാങ്ങാൻ പറ്റില്ല. അവൻ 10 പവൻ മഹർ കൊടുത്താലും മൂല്യം എത്രയുണ്ടെങ്കിലും തിരിച്ചു വാങ്ങാൻ പറ്റില്ല. കൃത്യമായി ഖുർആൻ പറയുന്നു. കാരണം വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, വലഹുല്ലദീ മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. നിങ്ങൾക്ക് ഭാര്യമാരുടെ കയ്യിൽ നിന്ന് എന്ത് അവകാശം ഇങ്ങോട്ടുണ്ടോ, അതേപോലെ ഭാര്യമാർക്ക് നിങ്ങളിൽ നിന്ന് അങ്ങോട്ട് കിട്ടേണ്ട അവകാശ ബാധ്യതകളുണ്ട്. ഭാര്യയ്ക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് ചെയ്തു കൊടുക്കേണ്ട ചില അവകാശമുണ്ട്. പക്ഷെ അവിടെ ഖുർആൻ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു, വലിർരിജാലി അലൈഹിന്ന ദറജ. പുരുഷന്മാർക്കാണ് പദവി എപ്പോഴും കൂടുതൽ. അതൊരു പദവി മേലപ്പുഷന്മാർ തന്നെയാണ്. അത് അംഗീകരിക്കാൻ ചില ആൾക്കാർക്ക് പ്രയാസം. ഒരു കുടുംബത്തിലും സമൂഹത്തിലും ആധിപത്യം എപ്പോഴും പുരുഷൻ. എന്താ കാരണം? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. കാരണം അവർ ചെലവാക്കുന്നു, അവർക്ക് പ്രകൃതിപരമായും അവർക്ക് സമൂഹത്തിൽ എല്ലാ കാര്യം. ഒരു പെണ്ണിനെ നമ്മൾ കെട്ടിക്കൊണ്ടു വന്നാൽ അവൾക്ക് ചെലവിന് കൊടുക്കേണ്ടതായ പുരുഷന്. അവൾ ചെലവിന് വേണ്ടി വർക്കുണ്ടാക്കട്ടെ, എത്ര പണക്കാരിയാണെങ്കിലും അവൾ ചെലവാക്കണ്ട. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരൊറ്റ വാക്ക് ധരിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാമിലില്ല എന്ന് പറയും. അവരോട് വളരെ വിനയപൂർവ്വം പറയട്ടെ, ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് പറയാൻ കേൾക്കാൻ നല്ല വാക്കാ, പക്ഷെ ദുനിയാവിനെ നടക്കൂല കൂട്ടരെ. എന്താ കാരണം? സ്ത്രീക്ക് പദവി ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നുണ്ട്. സ്ത്രീക്ക് മാന്യമായ പദവി ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നു, പരിഗണന കൊടുക്കുന്നു, ഇളവുകൾ കൊടുക്കുന്നു. ഒരുപാട് ഇളവുകൾ പെണ്ണിന് കൊടുത്തിട്ടില്ലേ? നമ്മൾ തന്നെ ഇളവ് കൊടുത്തിട്ടില്ലേ? പരിശുദ്ധ ദീൻ തന്നെ ഉണ്ടല്ലോ. റമദാൻ മാസം പകൽ സമയത്ത് ശാരീരികമായി ബന്ധപ്പെടൽ കാരണം എന്ന് പറഞ്ഞാൽ കഫാറത്തിന്റെ എന്താ കഫാറത്ത്? കഫാറത്ത് എന്ന് പറയുന്നത് 2 മാസത്തെ നോമ്പാ. അതിന് കഴിയില്ലെങ്കിൽ മാത്രമാണ് പിന്നെ ബാക്കിയുള്ള അടിമമോചനം, അതുപോലെ തന്നെ ഇത്ആമു മിസ്കീനൊക്കെ. ഈ 60 ദിവസത്തെ നോമ്പ്, 30 ദിവസത്തെ നോമ്പ് ആരാ നോൽക്കേണ്ടത്? പെണ്ണ് നോൽക്കണ്ട. ബന്ധപ്പെടലിൽ അവളും പങ്കാളിയാണ്, അതിന്റെ ആനന്ദാനുഭൂതിയിൽ അവളും പങ്കാളിയാണ്. പക്ഷേ അവളൊന്നും ഫിദിയായി ചെയ്യണ്ട. ഇതൊക്കെ പുരുഷൻ ചെയ്താൽ മതി, ഇതൊക്കെ പുരുഷനാത്താകേണ്ടത്. അവൾക്ക് ഇളവ് കൊടുത്തു. ആ പെണ്ണിന് മാന്യമായ പരിഗണന പരിശുദ്ധ ദീൻ കൃത്യമായി കൊടുത്തു. പിന്നെ ഈ സ്ത്രീ പുരുഷ സമത്വം പറയുന്ന ആൾക്കാരോ, ദയവായിട്ട് ചോദിക്കട്ടെ, ഏത് മതത്തിലായി സ്ത്രീ പുരുഷ സമത്വമുള്ളത്? ലോകത്ത് എവിടെയാണത്? ഭൗതികതയിലുണ്ടോ? മതങ്ങളിലുണ്ടോ? പരിശോധിക്കാമോ നമുക്ക്? നിങ്ങൾ ഈ പറയുന്ന പെണ്ണിന്റെ കണ്ണീരെന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കും. ശബരിമല ചർച്ചയാണ് ഇപ്പോ. ശബരിമലയിലേക്ക് പെണ്ണിനെ കേട്ടാമോ കേട്ടാൻ പറ്റൂലേ? കോടതി പറയുന്നത് കേട്ടണമെന്നാണ്. ഞാൻ പറയുന്നത്, ശബരിമലയിലേക്ക് ഒരു പെണ്ണിനെ കേറ്റേണമോ കേറ്റണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹിന്ദു സമൂഹമാണ്. അതിന് നമ്മൾ ഇടപെടാൻ പാടില്ല. അവർക്ക് മതമേലധ്യക്ഷന്മാരുണ്ട്, അവര് പറയട്ടെ. അവരെ മുഫ്തികൾ എന്താണോ പറയുന്നത് അതനുസരിച്ച് കേറ്റുകയോ കേറ്റാതിരിക്കുകയോ ചെയ്യാൻ നമുക്കതിൽ ഇടപെടാൻ അവകാശമില്ല. നമ്മൾക്കതിൽ ഇടപെടാൻ അവകാശമില്ല. നമ്മൾ അതിലൊരിക്കലും കൈ കടത്തി പോകരുത്. അത് നമ്മൾ മതത്തിനോട് ചെയ്ത തെറ്റാ. നമ്മൾ മിണ്ടായിരിക്കും. പക്ഷെ ഒരു ചോദ്യം അവിടെ ചോദിക്കണം. എന്തേ ഒരു യുവതിയായ പെണ്ണിനെ മല കയറിയാൽ? ഒരു യുവതിയെ അയ്യപ്പനെ കാണണ്ടേ? അയ്യപ്പന് യുവതിയെ കാണണ്ടേ? എന്താ പ്രശ്നം? പെണ്ണിന് അതിന് പറ്റൂല എന്നാ ഹിന്ദു സമൂഹം പറയുന്നത്. അപ്പോൾ സ്ത്രീക്ക് ഒരു തുല്യതയില്ലായ്മല്ലേ? അത് അവിടെ ഉണ്ടായ കുഴപ്പമില്ല. ഇസ്ലാമിന് തുല്യതയില്ല വിഷയമുള്ളൂ. അവിടെ പ്രശ്നം. എന്റെ ക്രൈസ്തവ സഹോദരൻ എന്റെ ശബ്ദം കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഞങ്ങളെ കാവിയെ പോലെ, നിങ്ങളെ പോപ്പ്, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് ഫാദർ ഉണ്ടെങ്കിൽ, ഈ ഫാദർ ഇല്ലാത്ത മദർ സുപ്പീരിയർ മാത്രമുള്ള ഇടവക പറ. എന്തൊരു മദർക്ക് എന്തുകൊണ്ട് ആ സ്ഥാനം വഹിച്ചൂടാ? മദർ സുപ്പീരിയർ ഉണ്ടെങ്കിൽ ഫാദറോട് നിർബന്ധമാണല്ലോ. ഇനി അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഭാഷ പറയാം. ലോകത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ മതമേലധ്യക്ഷൻ പോപ്പാണ്, മാർപ്പാപ്പ.
അദ്ദേഹത്തിന് എല്ലാ ആദരവുകളും നമ്മൾ വകച്ചു കൊടുക്കുന്ന ഒരു മതത്തിന്റെ മേലധ്യക്ഷനാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഒരിക്കലും ഒരു മാ വരൂലല്ലോ. എന്താ? ഒരു പെണ്ണിനെ പറ്റൂല. ഒരു പെണ്ണിനെ പറ്റില്ല. പെണ്ണിന് എന്തുകൊണ്ടാണ് സ്ഥാനം വഹിച്ചുകൂടാ? അവകാശമല്ലേ? പറ്റില്ല. നമ്മളിതിലെ പോകുന്ന ട്രെയിൻ നോക്കിയിട്ടില്ലേ? ട്രെയിനിൽ ഒരു ബോഗി സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാവും, എന്റെ പുരുഷന്മാർക്ക് മാത്രമേ ബോഗി വെക്കാതിരുന്നത്. കഴിയില്ല. അപ്പൊ ആരും ഈ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. എന്റെ ഇടയ്ക്ക് നടന്ന ആലോചന ഉണ്ടാക്കരുത് കേട്ടോ, ഇത് പറയുന്ന വിഷയങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്നത് ലോകത്ത് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനുഷ്യാവകാശ സംഘടനയാണ്. അവര് 5 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിദ്യ, തൊഴിൽ, ആരോഗ്യ, സമ്പത്ത്, രാഷ്ട്രീയം, ഈ 5 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് 144 രാജ്യങ്ങളിൽ പഠനം നടത്തി. 144 രാജ്യം. എന്താ പഠനം? വിദ്യ, തൊഴിൽ, രാഷ്ട്രീയം, ആരോഗ്യം, സമ്പത്ത്, ഈ വിഷയത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണോ? അതാണ് ടേംസ് ഓഫ് റെഫറൻസ്. പഠിച്ചിട്ട് അവർ പറഞ്ഞെന്താ? 170 കൊല്ലത്തെ കാണും പെണ്ണും തുല്യമാകൂല എന്നാ പറഞ്ഞു. 170 കൊല്ലത്തെ. അപ്പൊ കിയാമന്നാൾ വരെ ആവൂല എന്ന് പറയാൻ പഠിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആവൂല. സ്ത്രീയും പുരുഷനും ഒരിക്കലും തുല്യമാവൂല. ഇന്ത്യ സ്ത്രീ പുരുഷ സമത്വത്തിൽ 87ാം സ്ഥാനത്താണ്. അവരെ കണക്കാ പറയും, ഞാൻ പറയുന്നല്ല. സിസ്റ്ററിന്റെ കണക്ക് പത്രത്തിലായിരുന്നു. നമ്മൾ ഈ തിരക്കിലെ വായിക്കാത്തോണ്ടാ. നല്ലൊന്നും നമ്മൾ വായിക്കൂലല്ലോ. നമ്മൾ നോട്ടിന്റെ തിരക്കിൽ വരിക്കാൻ പോയതല്ലേ, അതുകൊണ്ട് അയക്കാതെ പോയതാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ പാർലമെന്റിൽ മെമ്പർമാരായിട്ടുള്ള രാജ്യം ഏതാ? റുവാണ്ട. ആ റിപ്പോർട്ടിലുണ്ട്. റുവാണ്ടയിലും സ്ത്രീ പുരുഷ സമത്വം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഭൂരിപക്ഷം പെണ്ണുങ്ങളാ പാർലമെന്റില്. അപ്പൊ അവരെ നിങ്ങൾ ഭരണം ഏൽപ്പിച്ചാലും പഞ്ചായത്തിൽ 33% സീറ്റ് കൊടുത്താലും പെണ്ണുങ്ങൾ പുരുഷന് തുല്യമാകൂല, കുഴപ്പം കൂടുകയുള്ളൂ. ചിലപ്പോ ഭൂരിപക്ഷം പെണ്ണുങ്ങൾ മെമ്പർമാരെ എന്താ ഉണ്ടാവുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കൃത്യമായി മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഞാൻ സ്ത്രീകളെ മോശമാക്കുകയല്ല, പക്ഷേ സ്ത്രീകൾക്ക് മാന്യമായ പദം കൊടുക്കണം. സ്ത്രീകൾക്കെല്ലാം സംരക്ഷണവും കൊടുക്കണം. ആ സംരക്ഷണം കൃത്യമായി സ്ത്രീകൾക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്ത്രീകളെ മാനിക്കണം. അവർക്ക് ചില കഴിവുകളുണ്ട്, അവർക്കുള്ള ചില കഴിവ് നമുക്കുണ്ടാവില്ല. ഒരു കുഞ്ഞിനെ പോറ്റണമെങ്കിൽ ആ ടോളറൻസ് ഒരു പുരുഷന് ഒരിക്കലും കിട്ടൂല. കുഞ്ഞായി മുസ്ലിയാർ എന്റെ ഭാര്യ കുട്ടിനെ കൈ കൊടുത്തപ്പോൾ മൂത്ത വെച്ചപ്പോൾ ഒച്ചമുടി ഉണ്ടാക്കി കിട്ടില്ല. നടക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം. പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കണ്ണീരൊപ്പം വരുന്ന ആൾക്കാരോട്. ഇന്ത്യ മഹാരാജ്യത്ത് സമ്പന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ കള്ളു കുടിച്ച് കണ്ണു ചുവപ്പിച്ച് ഹോട്ടലിൽ ചെന്നിങ്ങനെ ഇരുന്നിട്ട് ആ കണ്ണുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട പെൺകുട്ടികളെ തുണിയടിച്ച് ആടിക്കുന്ന തമ്മാടുത്തവരല്ലേ ക്യാബറ എന്ന് പറയുന്നത്? നിർത്തുവോ നിങ്ങൾ? ആ ഏർപ്പാട് നിർത്തുവോ? നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട പെണ്ണുങ്ങൾ മേനിക്കൊഴുപ്പ് കാണിച്ചുകൊണ്ട് ജോലിക്ക് വേണ്ടി ക്യാബറ നടികളായി ആരാന്റെ മുമ്പിൽ തന്റെ അംഗലാവണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആടിത്തിമിർത്ത് ഈ രാജ്യത്ത് അരാജകത്വമുണ്ടാക്കുന്ന ക്യാബറകൾ നിരോധിക്കുമോ നിങ്ങൾ? ബോംബെയിലും അതുപോലെ തന്നെ കൽക്കട്ടയിലുമൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റി പണത്തിന് വേണ്ടി മാംസം വിൽക്കുന്ന വേശ്യപ്പെണ്ണുങ്ങളുടെ തെരുവുകളിലെ ചുവന്ന തെരുവ് കൂട്ടുമോ നിങ്ങളത്? ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റ് ജീവിച്ച് സിഫിലിസ് രോഗവും ഗോണോറിയയും പിടിച്ച് അവസാനം ഒന്നുമല്ലാതെ ജീവച്ചവങ്ങളായി സമൂഹത്തിന്റെ തെരുവിലേക്ക് വലിയെറിയപ്പെടുന്ന പാവങ്ങളെ ഒന്ന് വിളിച്ചു വരുത്തി പുനരധിവസിപ്പിക്കാൻ ഒരു നവ ഇന്ത്യ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? 44 വകുപ്പിന്റെ അപ്പുറം പോയിട്ട് റിസപ്ഷനിസ്റ്റ് എന്ന പേരിൽ ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് മതിയായ വസ്ത്രം ധരിക്കാതെ ഷഡ്ഡി മാത്രം ഉടുപ്പിച്ച് പെണ്ണുങ്ങളെ കവാടത്തിൽ നിർത്തിയിട്ട് റിസപ്ഷനിസ്റ്റ് എന്ന പേരിട്ട് അല്ലെങ്കിൽ PRO എന്ന പേരിട്ട് കച്ചവടം കൊടുപ്പിക്കാൻ ആകർഷണ വസ്തുവാക്കി വെക്കുന്ന തമ്മാടിത്തം നമ്മുടെ മുതലാളിമാർ കച്ചവട മേഖലയിൽ കൊണ്ടുവന്ന് നിരോധിക്കുമോ നിങ്ങൾ? പെണ്ണിനെ ഓർത്തിട്ട് സാധിക്കും നിങ്ങൾക്ക്? പറ. നിങ്ങൾ പെണ്ണിന്റെ കണ്ണീര് കാണാനല്ലേ വരുന്നത്? മാത്രമേ എയർ ഹോസ്റ്റസ്മാരുണ്ട് നമ്മുടെ രാജ്യത്തെ വിമാനത്തിൽ. ചില കമ്പനിയിൽ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിച്ചാൽ ജോലിയിൽ നിന്ന് പുറത്താ. കാരണം ഉടയുന്ന അവർ പറയുന്ന കാരണം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. രണ്ടാമത്തേത്, അവർ ഗർഭിണികളായാൽ പുറത്താക്കും, ഗർഭം ധരിക്കാൻ പാടില്ല. അങ്ങനത്തെ കമ്പനികളിലെ പഠിക്കുന്ന നിങ്ങൾ പെണ്ണിന്റെ അവകാശത്തെ അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? ഒരു ജോലിക്ക് വേണ്ടി പോലും വിവാഹബന്ധം ഉപേക്ഷിക്കണമെന്ന് പറയുന്ന കമ്പനികളില്ലേ പഠിക്കും നിങ്ങൾ? പക്ഷെ അതൊന്നും ആർക്കും വിഷയാവൂല. ഇവിടെ പത്രത്തിനൊരു ശൈലി മാറ്റുണ്ട്. കോട്ടയത്ത് നിന്ന് ഒരാൾ പെണ്ണ് കെട്ടി, ഇംഗ്ലീഷുകാരൻ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു കോട്ടയത്ത് നിന്നോ അതല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ അതുപോലെ എറണാകുളത്ത് നിന്നൊക്കെ ഒരു സാഹിബ് ഒന്ന് പെണ്ണ് കെട്ടി. അപ്പൊ എന്താ പറയാ? ലണ്ടനിൽ നിന്ന് പറന്നിറങ്ങിയ വരൻ, അല്ലെങ്കിൽ വെനീസിൽ മുട്ടിട്ട പ്രണയം. എന്തോ ഒരു വാർത്ത എടുക്കുന്നവരാ. കോഴിക്കോട് നിന്ന് അറബി കല്യാണം. അറബി കല്യാണം ആകെ കുഴപ്പമായി. അറബി കോഴിക്കോട് നിന്ന് കല്യാണം കഴിച്ച പെണ്ണിനെ എങ്ങനെ പോറ്റിയാൽ അറബി കല്യാണം? അത് വാർത്തന്റെ ഒരു ശൈലിയാണ്. അത് പേന പിടിക്കുന്ന ചില ആളുകൾക്ക് മനസ്സിൽ ബാധിച്ച തിമിരത്തിന്റെ ഭാഗമാണ്. നാം ശരിക്കും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ കുറ്റപ്പെടുന്നില്ല. എന്നിട്ട് പിന്നെ പറയും ബഹുഭാരത്വം ഇസ്ലാമിൽ എമ്പാടുമുണ്ട്. എന്ത് ബഹുഭാര്യമാണ് ഇസ്ലാമിലുള്ളത്? ഇസ്ലാമിൽ ബഹുഭാരത്വം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ മുമ്പിൽ 4 കൂട്ടർ. ഡോക്ടർ കാന്തി പ്രകാശ് അയാൾ പറഞ്ഞു 1000 മുസ്ലിങ്ങളിൽ 15 പേർ ബഹുഭാരത്വം സ്വീകരിക്കുമ്പോൾ
1000 ഹിന്ദുക്കളിൽ 75 പേർ ബഹുമാനത്തെ സ്വീകരിക്കുന്നു. ആരാ മുമ്പിൽ? അപ്പൊ ഇതെല്ലായിടത്തും കൂടി 1983 നവംബർ 23 ഇന്ത്യൻ എക്സ്പ്രസിൽ ഈ വാർത്ത ഉണ്ടായി. മാത്രമല്ല ഹൈന്ദവ ദർശനത്തിൽ ശരിക്കും നിർദ്ദേശമില്ലേ? മനു എന്താ പറഞ്ഞത്? വന്ധ്യാട്ടമേതി വേദ്യാബ്ദേ ദശമേതുമൃത പ്രജാതം. വന്ധ്യാട്ടമേതി വേദ്യാബ്. നിന്റെ ഭാര്യ വന്ധ്യയാണെങ്കിൽ, കുട്ടികൾ ജനിക്കാത്ത ഭാര്യയാണെങ്കിൽ 8ാം കൊല്ലം വേറെ വിവാഹം കഴിച്ചോന്നാ ഫത്വ. ഏകാദശ ദശമേതുമൃത പ്രജ. നിന്റെ ഭാര്യയ്ക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെ മരിച്ചു പോകുന്ന സ്വഭാവമാണെങ്കിലോ ദശമേതു 10ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോന്ന്. ഏകാദശ സ്ത്രീജനനി. നിന്റെ ഭാര്യയ്ക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെ സ്ത്രീജനനിയാണ്. സ്ത്രീജനന ഏകാദശ 11ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോന്ന്. ഒക്കെ സമയം. എന്നാലോ സദ്യസ്ഥ അപ്രിയവാദിനി, കലഹവും കുഴപ്പമുണ്ടാക്കുന്ന കച്ചറപ്പെണ്ണാണ് അപ്പൊ തന്നെ പെണ്ണ് കെട്ടിക്കൊന്ന് ഉടൻ ഫത്വയാണ്. കുഴപ്പമെന്താ? ഞാനിതിനെ ചെറുതാക്കിയത് വളരെ പ്രധാനമാണത്, ആവശ്യമാണെന്ന് അഭിപ്രായക്കാരൻ. അതിനാര് കെറുതിച്ചിട്ടും ഫലമില്ല. ചില സന്ദർഭത്തിൽ അത് വേണ്ടിവരും. അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിന്റെ വൈവാഹിക ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനോട് അന്യായം ചെയ്യാൻ പാടില്ല. 4 പെണ്ണ് കെട്ടിയാൽ 4നെയും ഒരുപോലെ പോറ്റണം. ചെറിയ കുറവ് വന്നാൽ പരലോകത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് പടച്ചറ പറയാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. ഭാര്യമാർക്കിടയിൽ നീതിപ്പെടുത്താൻ നിനക്ക് സാധ്യമാകാത്ത പക്ഷം ഒറ്റ പെണ്ണ് മതി. ഒറ്റ പെണ്ണ് മതി. ഇനി ആ പെണ്ണ് ജീവിക്കുന്ന സമയത്ത് നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിന് എന്റെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം എനിക്ക് നൽകി തൊലാക്ക് ചോദിച്ചു വാങ്ങാവുന്ന ഇസ്ലാമിലില്ലേ? ഇല്ലേ? മാത്രമല്ല ഈ പെണ്ണിന് തന്നെ അടിസ്ഥാനാവശ്യമായ ഭക്ഷണം, വീട്, വസ്ത്രം ഇത് കൊടുക്കാൻ കഴിവില്ലാത്തവനാണ് ഞാനെന്ന് ബോധ്യപ്പെട്ടാൽ കാളിയെ സമീപിച്ചുകൊണ്ട് എന്നെ ഫസ്ക് ചെയ്തുകൂടെ? പെണ്ണിന് ഫസ്ക് ചെയ്യാലോ കൃത്യമായിട്ട്. അതാണ് ഇസ്ലാം പറഞ്ഞത് മഅറൂഫ്. പെണ്ണുങ്ങളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. നിന്റെ പെണ്ണിൽ നിന്ന് നിനക്ക് മോശപ്പെട്ട അനുഭവം ഒന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല അനുഭവം വേറുണ്ടാവും. സ്വാഭാവികമാണ് ഇസ്ലാം അങ്ങനെ പറയുന്നത്. രാവിലെ നിന്നോട് കൊണ്ട് മോശമായി പെരുമാറിയാ വൈകുന്നേരം വരുമ്പോൾ നല്ല പെരുമാറ്റം ഉണ്ടായിരുന്നു വരും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഫംസിഖൂഹുന്ന ബിമഅറൂഫിൻ ഔ സർരിഹൂഹുന്ന ബിമഅറൂഫ്. വൈവാഹിക ജീവിതത്തിൽ ഒന്നുകിൽ നല്ല നിലക്ക് കൂടെ നിർത്തുക, അല്ലെങ്കിൽ മാന്യമായിട്ട് പിരിയുക. മൂന്നാമത്തതോ വലാ തുംസിഖൂഹുന്ന ദിറാറാ. ദ്രോഹിക്കാൻ വേണ്ടി ആ പെണ്ണിനെ പിടിച്ചു വെക്കരുത്. ദ്രോഹിക്കാൻ വേണ്ടി ആ പെണ്ണിനെ വീട്ടിൽ നിർത്തരുത്. ലിതഅതദു. അപ്പൊ നീ അക്രമിയോ? അങ്ങനെ ചെയ്താൽ അവൻ സ്വന്തത്തോട് അക്രമം ചെയ്തവനാണ്. ഇതിനെ സ്വഹാബത്തിനെ പഠിച്ചു കൊടുത്തുകൊണ്ട് മദീന പള്ളിയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈൻ. എന്തൊരു മനോഹരമായ വാക്ക്. മാ അക്രമഹുന്ന ഇല്ലാ കരീം. മാന്യന്മാര് മാത്രമേ പെണ്ണിനോട് നല്ല നിലയ്ക്ക് പെരുമാറുള്ളൂ. വമാ അഹാനഹുന്ന ഇല്ലാ ലഈൻ. നീചന്മാര് മാത്രമേ പെണ്ണിനോട് മോശമായി പെരുമാറുകയുള്ളൂ എന്ന് പരിശുദ്ധ ദീൻ സ്വഹാബത്തിനെ ശരിക്കും പഠിപ്പിച്ചു. നബിയെ, എന്താണ് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്? അലാ വഹഖുഹുന്ന അലൈക്കും. അലാ വഹഖുഹുന്ന അലൈക്കും. നിങ്ങളെ പെണ്ണുങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് എന്താ? അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതുആമിഹിന്ന. അഷ്റഫ്, നിങ്ങൾ അവർക്ക് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും കൊടുത്തിരിക്കണം. അത് അവകാശമാണ്. അത് അവകാശമാണ്. ഇസ്ലാം അങ്ങനെയാണ് പെണ്ണിനെ പോറ്റാൻ പറഞ്ഞത്. അനിയന്ത്രിതമായി 4 പെണ്ണ് കെട്ടുന്ന ഏർപ്പാടല്ല ഇസ്ലാം. ഒരിക്കലും ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? വിവാഹമുണ്ടോ വിവാഹമോചനമുണ്ടോ? വിവാഹമുണ്ടോ വിവാഹമോചനമുണ്ടോ? എന്താ കാരണം? 2011 സ്ഥിതിവിവരമനുസരിച്ച് വിവാഹമോചിതരായ ഇന്ത്യൻ സ്ത്രീകൾ 68% ഹിന്ദുക്കൾ. ഞാൻ പറയുന്ന കണക്ക് കൃത്യമായി പഠിക്കണം. 2011 സെൻസസ്, ആ സെൻസസ് റിപ്പോർട്ടിൽ വിവാഹമോചിതകളായ ഇന്ത്യൻ സ്ത്രീകൾ 68% ഹിന്ദുക്കൾ. വിവാഹം കഴിച്ചിട്ട് മോചിതരായ സ്ത്രീകൾ 60% ഹിന്ദുക്കളോ? മുസ്ലിങ്ങളോ 33.3%. മേക്കിട്ട് കയറാൻ വരല്ലേ? കണക്കൊന്ന് പഠിച്ചിട്ട് പറ. മുസ്ലിമിന്റെ മേക്കിട്ട് കയറല്ലേ? ബഹുഭാര്യത്വം, വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞിട്ട് തൊലാഖ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കല്ലേ? കണക്ക് പറയുന്നത് അങ്ങനെയാണ്. വിധവകൾ മുസ്ലിങ്ങളിൽ പുനർവിവാഹം നടത്തപ്പെടാൻ പാടില്ല. 4 കെട്ടണമെങ്കിൽ തന്നെ നീതി വേണമെന്ന് പറഞ്ഞില്ലേ? 4 കെട്ടണമെങ്കിൽ തന്നെ നീതി വേണം. 4 കെട്ടാനും പറ്റൂല ഒരേ സമയത്ത്. എന്നാ ബാഗുൺ സുഹറായി അറിയോ നിങ്ങൾ? ബാഗുൺ സുഹറായി ആരാണ്? ബിജെപിയുടെ പാർലമെന്റ് മെമ്പറായി. പാർലമെന്റ് മെമ്പറാകുന്നതിന് മുമ്പ് ബിജെപിയുടെ മധ്യപ്രദേശിലെ അദ്ദേഹം MLA, ബിജെപി എംപിയും ബീഹാറിലെ MLA, ബീഹാർ MLA ബാഗുൺ സുഹറായി. പത്രത്തിൽ വായിച്ചു. ഞാൻ ആ വാർത്തകൾ വന്ന് വെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. അയാള് 70 ദിവസത്തിനുള്ളിൽ 58 കല്യാണം കഴിച്ചു. ഞാൻ വെറുതെ പറയുന്നല്ല, ചിരിപ്പിക്കാൻ പറയുന്നല്ല, പത്രത്തിൽ വന്ന വാർത്ത.
അയാള് തന്റെ 67-ാം വയസ്സിലാണ് 27 വയസ്സുള്ള പെണ്ണിനെ 58-ാം കെട്ടുകിട്ടിയത്. അതാ വാർത്ത എന്നാ വന്നപ്പോഴെ ബാക്കിയൊക്കെ പൊളിഞ്ഞത്. അപ്പോഴാ ബാക്കി പുറത്തു വന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇസ്ലാമിലുണ്ടാവില്ല. സെലിബ്രേറ്റഡ് മാരേജുകൾ ഇവരെ പിരിയുന്നില്ലേ? പിരിയല്ല, സ്വാഭാവികല്ലേ? സെലിബ്രേറ്റഡ് ആഘോഷപൂർവ്വം കൊണ്ടാടിയ വിവാഹം ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മകൾ ആഘോഷപൂർവ്വം നടത്തിയ വിവാഹം. പക്ഷെ തിരുവനന്തപുരത്ത് കോടതിയിൽ ഭാര്യയും ഭർത്താവ് കൂടി പിരിയാൻ അപേക്ഷ കൊടുത്തു. ഒരു മുഖ്യമന്ത്രിയുടെ മകളെയൊക്കെ തൻ വീട്ടിൽ നിർത്തുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയും ഇത് ഇടങ്ങേറ് നിർത്തിക്കൊണ്ടു പോകാനല്ലേ ശ്രമിക്കുക? എന്ത് പിരിയേണ്ടി വന്നാൽ പിരിയേണ്ട നിവൃത്തിയിലേക്ക് ഞാൻ ആക്ഷേപിക്കില്ല, അത് വേണ്ടി വരും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുന്നത് വേണ്ടി വരും. അപ്പോ വിവാഹം എത്ര വലിയവർക്കാണെങ്കിലും ഇതിന്റെ മുന്നേറ്റ മുഖ്യമന്ത്രി, അപ്പൊ തൊട്ടുള്ള മുഖ്യമന്ത്രി അപ്പുറത്തെ മുഖ്യമന്ത്രി മറന്നിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ മകൾ വിവാഹം മോചിതയായി വേറെ വിവാഹം കഴിച്ചു പോയി. ഇതൊന്നും പത്രത്തിൽ വരില്ല. ഏതുപോലെ? അറബി കല്യാണം പോലെ. ഞാൻ വരണമെന്ന് പറയുന്നില്ല, അവരെ അപമാനിക്കണം നമുക്ക്. ഇപ്പൊ ഇത് അപമാനമല്ല, ഇതൊരിക്കലും അപമാനമല്ല. എന്താ കാരണം? മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും വിവാഹം നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായും പിരിയേണ്ടി വരും. ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ തൊലാഖിനെ മാത്രം ഇടങ്ങറാക്കുന്നതിന് നമ്മുടെ തൊട്ടയ സംസ്ഥാനത്തെ കരുണാനിധി 3 പെണ്ണ് കിട്ടിയില്ലേ? ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ കെട്ടാം. ഹൈന്ദവ ദർശനത്തിൽ ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ വേറെ പെണ്ണ്. പക്ഷെ എന്താ പ്രശ്നം? എത്ര പെണ്ണ് കെട്ടിയാലും അവരൊന്നും ഭാര്യമാരാകൂല. ഭാര്യ 1ാമത്തെ പെണ്ണ് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ടല്ലേ പത്രക്കാരെ ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മധ്യം ഈയിടെ ഒരാളത് എഴുതും ചെയ്തിട്ട് പത്രം, ഞാൻ മുമ്പേ അത് പത്രത്തിൽ വന്ന വാർത്ത വായിച്ചിട്ടുണ്ട്. കരുണാനിധിയുടെ ഭാര്യ പത്മാവതി മാത്രമാണ്. പത്മാവതിയാണ് ഭാര്യ. രാജാത്തി അമ്മാളും ദയാലു അമ്മാളും അദ്ദേഹത്തിന്റെ ഭാര്യമാരാ. പക്ഷേ രാജാത്തി അമ്മാളും ദയാലു അമ്മാളും ആരാന്ന് ചോദിച്ചാൽ അത് കുട്ടിയുടെ ഉമ്മയാണെന്നേ പറയും. ഭാര്യ പറയില്ല, ഒരു പത്രക്കാരോടും പറയില്ല. കാരണം അങ്ങനെ സംവിധാനം ഇല്ല ആ മതത്തിൽ. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരില്ലേ? കൗസല്യ, കൈകയും സുമിത്രയും. ഈ 3 ഭാര്യമാരെ വെച്ച് അദ്ദേഹം കൊണ്ടു നടന്നില്ലേ? നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, വലിയ പ്രഗത്ഭരായ ആളുകൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നിയമസഭയിൽ ഇരിക്കുന്ന സിനിമാ നടന്മാർ 2 ആളുണ്ട്. അതുപോലെ സിനിമാ രംഗത്തെ പ്രഗത്ഭരായ ആളുടെ പേരെങ്ങനെ പറഞ്ഞാൽ പ്രിയദർശൻ, മുകേഷ്, ഗണേഷ്, ദിലീപ്, ബാല, മനോജ്. നിങ്ങൾ തസ്ബീമാരെടുത്ത് എണ്ണിക്കോ, തീരൂല. പെണ്ണുങ്ങളോ? കാവ്യ മാധവൻ, ഗൗതമി, ഉർവശി, സുകന്യ, മഞ്ജു വാര്യർ, ശാന്തികൃഷ്ണ ഒക്കെ വിവാഹമോചിതരല്ലേ? മുത്തൊലാക്കും നല്ല പ്രശ്നം. 3 വേണ്ട, 1 തൊലാക്കൊണ്ട് മോചിതമായ ആൾക്കാരവര്. പ്രധാനമന്ത്രി ഭാര്യ 1 തൊലാക്ക് പോലും ചൊല്ലിയിട്ടില്ല. അപ്പൊ തൊലാക്കല്ല വിഷയം. യോജിച്ചു പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. യോജിച്ചു പോകാൻ പറ്റാത്തവന് പിരിയും, യോജിച്ചു നിൽക്കുന്നവൻ സഹിച്ചു നിൽക്കും. അത് ഉറപ്പല്ലേ? ഹൈന്ദവ ദർശനത്തിൽ കൃത്യമായി ഞാൻ വായിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് മഹാഭാരതത്തിലില്ലേ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭമെന്ന് പിൽക്കാലത്ത് കവി പറഞ്ഞെങ്കിൽ പഴയ കാലഘട്ടത്തിൽ മഹാഭാരതത്തിലെ 40-ാം ശ്ലോകം 40 ശ്ലോകം 4, മഹാഭാരതം അധ്യായം 40 ശ്ലോകം 4, അവിടെ കൃത്യമായി ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയാം. ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയാം. സനത് സഹിതം ഞാൻ പറയുന്നത് കുഴപ്പമുണ്ടാക്കേണ്ട നേരിച്ചു. ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്നു, സ്ത്രീകളെക്കാൾ പാപ്പിയായ വസ്തുവൊന്നില്ലെന്ന കത്തും തീയാണ് പെണ്ണുങ്ങൾ മയമായകളാം വിഭോ. മൂപ്പർക്ക് എന്തെങ്കിലും എടുക്കലുണ്ടായിട്ടുണ്ടാവും. അതൊരു വിഷയല്ലേ? ഞാൻ പറയുന്നത് അതിന് ചെറുതാക്കിയല്ല, ഒരു മതത്തിന്റെ ആശയത്തെ ചെറുതാക്കിയല്ല. വലിയ വലിയ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത്, മാന്യന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഞാൻ വിധിക്കുന്നില്ല. അത് ഹൈന്ദവ ദർശനമാണ്. ആ ദർശനത്തിന്റെ കാഴ്ചപ്പാട് അവരാ പറയേണ്ടത്. പക്ഷെ ചിന്തിക്കണം, ചിലപ്പോൾ പെണ്ണുങ്ങൾ കത്തും. സരിത കത്തിയില്ല, അത് കുഴപ്പമില്ല, ഗവൺമെന്റിന്റെ വീട്. ബേണിംഗ് ഇഷ്യൂസ് ഉണ്ടാക്കും പെണ്ണുങ്ങൾ. ചിലപ്പോ നമ്മുടെ രാജ്യത്ത് പോലെ ചർച്ചാ വിഷയങ്ങളാകും, പ്രശ്നങ്ങളുണ്ടാകും. ഒരു കുപ്പി കള്ളും ഒരു തേവിടിശി പെണ്ണുമുണ്ടെങ്കിൽ രാജ്യത്തിന്റെ രഹസ്യം വരെ ചോർത്താമെന്ന് നമ്മുടെ രാജ്യത്ത് കാണിച്ചെന്ന പെണ്ണുങ്ങളും കള്ളും കുപ്പിയുണ്ട്. അത് സ്വാഭാവികമല്ലേ? അതൊക്കെ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണ്. ശീലാവതി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഹൈന്ദവ ദർശനത്തെ പറയുന്നത് ശീലാവതിയുടെ ഭർത്താവ് ഉഗ്രശ്രവസ്, അയാൾ ക്രൂരനാണ്. ഭാര്യ എന്ത് പീഡിപ്പിച്ചാലും എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അവിടെ സഹിക്കും. അവസാനം ഇയാൾക്ക് വ്യഭിചാരശാലയിൽ പോകണമെന്ന് പറഞ്ഞപ്പോ കൊട്ടയിലാക്കി കുഷ്ഠരോഗിയായ അദ്ദേഹത്തെ കൊട്ടയിൽ ചുമന്ന് കൊണ്ടുപോകുന്ന വ്യഭിചാരാലയത്തിൽ ഈ പെണ്ണ്, പാവപ്പെട്ട പെണ്ണ്, ആ പെണ്ണാണ് ശീലാവതി. ആ ശീലാവതി എന്ന പേരാണ് നല്ല പെണ്ണിന് കൊടുക്കുന്നത്. നല്ല പെണ്ണ്, ഭർത്താവ് പെണ്ണൊക്കെ കേട്ട് നിൽക്കണം. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. ഭാര്യ എന്നുള്ള പദം വരെ ഇസ്ലാമിലില്ല. ഭാര്യ എന്നെ ഭരിക്കപ്പെടുന്നവട ഇസ്ലാമിനില്ല. ഇസ്ലാമിന് സൗജാണ്, ഈണ. സൗജ് സൗജത്തെ ഈണ, തുല്യാവകാശം. സൗജും സൗജത്വമാണ്. പെണ്ണിന് ചില അവകാശം. വശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ശരിക്ക് പറഞ്ഞു, അലാ ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖൻ വലിനിസാഇക്കും അലൈക്കും ഹഖാ. 2 കൂട്ടർക്കും പരസ്പരം ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതാ ബോധം ശരിക്കും നിർവഹിക്കേണ്ടതാണ്. അതാ ചിന്തിക്കേണ്ടത്. ഇവിടെ പല ജാതി സംസ്കാരങ്ങളും പല രീതിശാസ്ത്രമുണ്ട്. കെ മാധവന്റെ കേരള ചരിത്രം വായിക്കും, കെ ദാമോദരന്റെ കേരള ചരിത്രം. ദാമോദരൻ പറഞ്ഞില്ലേ, തിരൂരിൽ ഞാൻ താമസിച്ച വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഈഴവത്തറവാട്ടിൽ 3 സഹോദരങ്ങൾക്ക് ഒരു ഭാര്യയായിരുന്നു.
5 വരെ സഹോദരന്മാർ ഭാര്യയെ കൊണ്ടുവരുന്ന പഞ്ചപാണ്ഡവോട് ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കണം. ദ കൊച്ചിൻ ട്രൈബ്സ് ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വായിക്ക്. അനന്തകൃഷ്ണയ്യർ എഴുതിയതാ. ഇവിടെ നിലനിന്നിരുന്ന പഴയകാല ആചാരങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റും. എന്തിനധികം മാറുമറക്കാൻ നികുതി കൊടുത്ത രാജ്യമാണ് നമ്മുടെ രാജ്യം. മാർത്താണ്ഡവർമ്മ തിരുമനസ് രാജ്യവും സ്വത്തുക്കളും പത്മനാഭസ്വാമിക്ക് എഴുതി കൊടുത്തു. തൃപ്പടിദാനം. ആ തൃപ്പടിദാനം കൊടുത്ത സന്ദർഭത്തിൽ സർക്കാർ വക സ്വത്ത് ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും കൊടുത്തു. ഖജനാവ് കാലിയായി. കണ്ട പ്രശ്നം എന്താ? 3 കാര്യമാണ് കത്തിൽ പറയുന്നു. ഒന്നെന്താ? ഒന്ന് മുസ്ലിങ്ങളുടെ വേറിട്ട് നിൽക്കൽ സ്വഭാവം, മറ്റൊന്ന് യാഥാസ്ഥിക സ്വഭാവം, മറ്റൊന്ന് മുസ്ലിങ്ങൾ ഈ നിയമത്തെക്കുറിച്ച് അജ്ഞരാണ്, അവർക്ക് വിവരമില്ല എന്ന പ്രശ്നം. അതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ പ്രശ്നം എന്നാണ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ട് അതിലൂടെ അപകടമുണ്ടാകും. ആ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞു അതിന് പ്രതികരിക്കേണ്ടതില്ല. അങ്ങനെ പ്രതികരിക്കാതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ശരിക്കും ഒപ്പുശേഖരണത്തിന് നിർബന്ധിച്ചു. 32% വോട്ട് വാങ്ങിയ ബിജെപിയുടെ കളിയാണത്. 68% വോട്ടുകൾ പുറത്താ. ചിന്തിക്കണം. പക്ഷെ നമ്മൾ ഭിന്നിച്ചു. നമ്മൾ ഈ ഭാഗ്യമായി ഒരിക്കലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ശരീരത്തെ പൊളിച്ചെഴുതാൻ വരണ്ട. ഈ ശരീഅത്ത് നടപ്പാക്കുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് ജബലുർ റഹ്മയുടെ താഴ്വാരത്ത് വെച്ച് അല്ലുമാക്കും ദീനക്കും അത്മംതു അലൈക്കും നിഅമതി എന്ന് പറയുമ്പോൾ ഇത് സമ്പൂർണ്ണമാണ്. അന്ന് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വത്തവകാശമുണ്ട്. ഇറ്റലിയിൽ 1919 പെണ്ണിന് കിട്ടിയ ഇറ്റലിയിൽ, പുരോഗമിച്ചു നിൽക്കുന്ന ഇറ്റലിയിൽ, ഇംഗ്ലണ്ടിൽ 1882 മാരീഡ് വുമൻസ് പ്രോപ്പർട്ടീസ് ആക്ട് വന്നപ്പോഴാണ് കിട്ടിയത്. ചരിത്രം പഠിക്കണം നിങ്ങൾ. ഇന്ത്യയിൽ നെഹ്റു 1954 അച്ഛന്റെ സ്വൽ മകൾക്ക് അവകാശം കൊടുത്തു ഹൈന്ദവ കമ്മ്യൂണിറ്റിക്ക്. ചിലർ പറഞ്ഞു അത് ഇസ്ലാമിൽ നിന്ന് കടമെടുത്തതാ. പെണ്ണിന് സ്വത്തവകാശം കൊടുത്താൽ അപകടമാണ്. പെണ്ണിന് സ്വത്തവകാശം കൊടുക്കാൻ പാടില്ല. പെണ്ണിന് സ്വത്തവകാശം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ എഴുതിയ വാചകങ്ങൾ ഇന്നും പഴയ പുസ്തകങ്ങളിലുണ്ടല്ലോ. എന്താ പറയുന്നത് ഇക്കാര്യം? അപ്പൊ രാജ്യത്തിന്റെ വികസനമല്ല ഈ ശരീഅത്ത് മാറ്റാനുള്ള ശ്രമത്തിൽ. ഒരു കാര്യം ഞാൻ ഓർപ്പുണ്ട്, ശരീഅത്ത് ആരും മാറ്റിയാലും മാറില്ല. കമ്പൾസറി ലോ ആണ് മാറ്റുന്നത്. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ആണ് മാറ്റുന്നത്. ആ ആക്ട് മാറ്റാൻ വരുന്ന ആളുകൾ രാജ്യത്തിന്റെ പുരോഗതിയല്ല കാംക്ഷിക്കുന്നത്. അവർ കാംക്ഷിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ രാജ്യത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രാജ്യത്തെ എല്ലാ വിഭാഗം ഓരോ ബേണിംഗ് ഇഷ്യൂ നോക്കും. നിങ്ങൾ 8 ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ മോശപ്പെട്ട രീതിയിൽ വെടിവെച്ചു കൊന്നു. എന്തിനവരെ വെടിവെച്ചു കൊന്നത്? ഭോപ്പാലിലെ ജയിൽ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള ജയിലാണ്. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയുന്നു. അവർ സിമി പ്രവർത്തകർ എന്ന പേരിലാണ് വെടിവെച്ചത്. ആ ആശയത്തോട് നമുക്ക് യോജിപ്പില്ല. ആ സംഘടനയോട് നമുക്ക് യോജിപ്പില്ല. അശേഷം തീവ്ര സ്വഭാവത്തിലേക്ക് ആര് പോകുമ്പോഴും അത് രാജ്യദ്രോഹമാണെങ്കിൽ തെറ്റാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ആരെന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിച്ചു നിൽക്കണം. നിയമത്തെ ലംഘിക്കാൻ പാടില്ല. പോലീസിനോ നിയമപാലകർക്കോ കോടതിക്കോ തലവേദന ഉണ്ടാക്കുന്ന ഒരു പണി നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ. പക്ഷേ അവർ വെടിവെച്ച് കൊന്നതിനോട് 0.5% പോലും യോജിക്കാൻ കഴിയില്ല. ഉള്ളതുപോലെ പറയണല്ലോ. അവരെ വെടിവെച്ച് കൊന്നതിൽ ദുരൂഹതയുണ്ട്. ഒന്നാമത്തെ ദുരൂഹത എന്താ? 32 അടി ഉയരമുള്ള മതില് എങ്ങനെ ചാടി പറ? CCTV സംവിധാനം 24 മണിക്കൂർ ഓണാണ്. എന്താ രേഖപ്പെടുത്താതിരുന്നത്? ആ മതിലിന്മേൽ വൈദ്യുതി 24 മണിക്കൂറും പ്രസരിക്കുന്നുണ്ട്. എന്തേ അവരെ പിടിക്കാതിരുന്നത്? മാത്രമല്ല അലാറം സംവിധാനം എന്തുകൊണ്ട് ശബ്ദിച്ചില്ല? 4 ചോദ്യങ്ങൾക്ക് എന്താ മറുപടി പറ. മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, 8 പേരാണ് ചാടിയത്. അവരെ 8 പേരെ ഒന്നിച്ചാ വെടിവെച്ചു വന്നത്. 8 പേര് ജയിലിൽ ചാടിയിട്ട് ചാടാൻ ബുദ്ധിയുള്ള ഒരു പൊട്ടന്മാരാണോ 8 ആളും ജമാഅത്തായിട്ട് നടക്കാൻ? 4 വഴിക്ക് പോകില്ലേ? ഒരിക്കലും ശരിയല്ല. മാത്രമല്ല അതിനേക്കാൾ ഗൗരവം എന്താ? അവരെ കൊണ്ടുപോയി വെടിവെച്ചത് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ആചാരപുര ഗ്രാമത്തിൽ. ആചാരപുര ഗ്രാമത്തിന് നിരത്തി നിർത്തിയിട്ട് വെടിവെച്ച ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. അവിടെ തന്നെ IG യോഗേഷ് ചൗഹാൻ പറഞ്ഞു അവർ നിരായുധരായി ആക്രമിച്ചു എന്നാ പറഞ്ഞു. ഈ ആക്രമിച്ചു എന്ന് പറയുന്ന കഥക്ക് വിശ്വാസ്യത നൽകാൻ വേണ്ടി ആരും പ്രതികരിക്കരുത് എന്ന് കരുതി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് എന്ത് ചെയ്തു? ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി 40 ലക്ഷം രൂപ കൊടുത്തു. ഒരു ചെറിയ ഗ്രാമത്തിന് 40 ലക്ഷം രൂപ വിതരണം ചെയ്തു. വെടികൊണ്ട് മരിച്ചത് ഇവര്. 40 ലക്ഷത്തിന് അവർക്ക് കൊടുത്തത്. ഇതിനെന്റെ ആവശ്യം? വെടികൊണ്ട് മരിച്ചത് ഇവരല്ല, ഇവരെ കുടുംബത്തിലല്ല, ആ ഗ്രാമത്തിലെ ആളുകൾക്ക് അവർക്ക്. പണ്ട് മലപ്പുറത്ത് ഒരു നമ്പൂതിരി മൗലൂദ് വെച്ച കഥ പറയാം. ഉസ്താദ്മാർ വാരാണസിയിൽ മാത്രം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം പഠിക്കുന്നവര്, ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്നവർക്ക് ബോധ്യമാകും. സെയ്ദ് സുലൈമാൻ നദ്വി അറബ് വ ഹിന്ദ് കെ തഅല്ലുഖാത്ത് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അറബ് വ ഹിന്ദ് കെ തഅല്ലുഖാത്ത് എന്ന് പഠിക്കുന്ന നിങ്ങൾ വായിച്ചിട്ട്. ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യൻ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് എങ്ങനെയാ? ഹസരത്ത് ഷാ ഷരീഫ് സാഹബ് എന്ന് പറയുന്ന വലിയൊരു സൂഫി ഉണ്ടായിരുന്നു. ആ സൂഫിയുടെ അനുചരനായിരുന്നു ശിവജിയുടെ പിതാമഹൻ. ശിവജി എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാമഹൻ. അയാൾ രണ്ട് മക്കൾക്ക് ഈ ഗുരുനാഥനോടുള്ള
താൻ ബഹുമാനിക്കുന്നു. വലിയ വലിയ ഉസ്താദുമാരൊക്കെ ആ മുസ്ലിങ്ങൾ ബഹുമാനിക്കാറുണ്ടല്ലോ. വലിയ വലിയ മുസ്ലിങ്ങളൊക്കെ ബഹുമാനം. മമ്പുറത്തങ്ങളെ കാര്യസം കൊണ്ടുവരായിരുന്നോ എന്ന പോലെ ഷാജി ഷറഫുജി എന്ന് പേരിട്ട് തന്റെ മക്കൾക്ക്. എന്തിന്? തന്റെ ഒരുമാകുന്ന ഷാ ഷരീഫ് സാഹിബിന്റെ ആ ഓർമ്മയ്ക്ക് വേണ്ടി തന്റെ 2 മക്കൾക്ക് അദ്ദേഹം പേരിട്ടു ഷാജി ഷറഫുജി. ഈ ഷാജി ക്രമേണ സാഹൂജിയായി. ആ സാഹൂജിയുടെ മകനാണ് ശിവജി. ആ ശിവജിയുടെ പേരിൽ ശിവസേന ഉണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കുന്നത്. ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ പ്രതി പഠിക്കുന്ന ചരിത്രം ഞാൻ വെറുതെ എഴുതി പറയുന്നല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം പഠിക്കും നിങ്ങൾ. റാഗി എന്ന് പറയുന്ന സാധനം കെട്ടിയിട്ട് പേടിപ്പിക്കാൻ വരേണ്ട ചില ആൾക്കാർ, അത് കെട്ടിയിട്ട് വികാരം വിജൃംഭിച്ചു വരുന്ന ആൾക്കാർ. എന്താ റാഗിയുടെ ചരിത്രം പഠിച്ചു? കൊടുങ്ങല്ലൂർ രാഘവൻ ഒരു ലേഖനം എഴുതിയ പത്രത്തിൽ. കൊടുങ്ങല്ലൂർ രാഘവൻ അദ്ദേഹം പറഞ്ഞ ചരിത്രം ശരിയാണെങ്കിൽ രജപുത്ര റാണി പഞ്ചാവതി തന്റെ ഭർത്താവിനെ മറ്റു രജപുത്ര രാജാക്കന്മാർ ആക്രമിച്ചപ്പോ ആക്രമണത്തിൽ നിന്നും തന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഗൾ ചക്രവർത്തി ഔറംഗസീബിന് ചരട് കൊടുത്തയച്ചു. ഔറംഗസീബിന് മനസ്സിലായി ഇത് രക്ഷാബന്ധൻ, ഇതിന്റെ ഉദ്ദേശം. അത് വിശദീകരിച്ചു കൊടുത്തു ദൂതൻ. അത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഔറംഗസീബ് ഈ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി നേരിട്ട് പടയെ അയച്ച് മറ്റു രാജാക്കന്മാരുടെ ആക്രമണത്തിൽ നിന്നും ഈ തരുണിമണിയെ രക്ഷിച്ചു. ആ രക്ഷിച്ചതിന്റെ പ്രതീകമായി പിന്നീട് രജപുത്ര സ്ത്രീകൾ അവരുടെ ആംഗളമാർക്കും അതുപോലെ തന്നെ ആംഗളമാരില്ലാത്തവർക്ക് മറ്റവരെ സഹോദരരായി കണ്ടു കെട്ടിക്കൊടുത്താൻ രക്ഷാബന്ധൻ. അതാണ് റാഗി. അതുപോലും വർഗീയതയുടെ പ്രതീകമാക്കിയില്ലേ നിങ്ങൾ രാജ്യത്തിന്റെ ചരിത്രം തിരുത്തിയിട്ട്? ഞാനല്ല പറയുന്നത്. കൊടുങ്ങല്ലൂർ രാഘവൻ എഴുതിയ ലേഖനത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം തപ്പിയാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എത്ര സൗഹൃദം പ്രജീവിച്ച കാര്യമാണ് ഇവിടെ ഉള്ളത്. അതല്ല നമ്മൾ പഠിക്കേണ്ടത്. മൂന്നിയൂരിലെ കളിയാട്ടക്കാവിലേക്ക് പോ. മലപ്പുറം ജില്ലയിലെ തിരുവങ്ങാടി പഞ്ചായത്തിലെ മൂന്നിയൂർ കളിയാട്ടക്കാവ്. ആ കളിയാട്ടക്കാവിൽ ഒരു ഉത്സവം നടക്കാറുണ്ട്. ആ ഉത്സവം നടക്കുന്നത് പാവപ്പെട്ട പറയ സമുദായത്തിൽപ്പെട്ടവരാ. ആ പറയ സമുദായത്തിൽ ആ ഉത്സവത്തിന് കാരണക്കാരൊരു പെണ്ണ് തിരുമാന്താങ്ങുന്ന ദേവീ കുടുംബത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കിയ ഒരു പെണ്ണിനെ. ആ പാവം പെണ്ണ് എവിടെ പോയി മുട്ടി വിളിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ മമ്പുറത്ത് തങ്ങളെയാണ് ആ പെണ്ണിന് ഓർമ്മ വന്നത്. ആര് ചെന്ന് മുട്ടി വിളിച്ചാലും തുറക്കുന്ന ഒരു പടിവാതിൽ മമ്പുറത്ത് നിന്ന് മുട്ടി. തങ്ങൾ വാതിൽ എന്തിനാ പെണ്ണെ വന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഇല്ലാത്ത കാരണം പറഞ്ഞ് എന്നെ പുറത്താക്കി. അതവരുടെ മതപരമായ കാര്യമാണ്, ഞാൻ ഇടപെടുന്നില്ല. മമ്പുറത്ത് തങ്ങൾ ചോദിച്ചു, നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഒരു ഇരിക്കക്കൂര വേണം. പാവപ്പെട്ടൊരു പെണ്ണ് രാത്രി വന്നിട്ട് പൊട്ടി വിളിച്ചിട്ട് കരഞ്ഞു നിൽക്കുമ്പോ നിരാലംബയായ ഒരു പെണ്ണിന്റെ കണ്ണീര് തുറക്കാൻ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഖുത്ബുസ്സമാൻ മമ്പുറം തങ്ങൾ പടി പൊട്ടിയടച്ചില്ല. വലിയുള്ളാഹി ഖുത്ബുസ്സമാൻ മൂന്നിയൂരിന്ന് തന്റെ മുരീദന്മാരായ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഈ പെണ്ണിനെ കൊണ്ടുപോയൊരു സ്ഥലത്ത് പാർപ്പിക്കും, അവൾക്ക് ഇരിക്കക്കൂരക്കൊരു സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞു. സംഘം പറഞ്ഞല്ലേ സന്തോഷത്തോടെ അവൾക്ക് ഭൂമിയിൽ സുന്ദരമായൊരു സ്ഥലം അവൾക്ക് കുടിയേറ്റാൻ കൊടുത്തു. അവിടെ താമസിക്കുന്ന പെണ്ണ് മമ്പുറത്ത് വന്നിട്ട് തങ്ങളോട് തൊഴിലായി തങ്ങളെ ഞങ്ങൾ ഒരു സാധ്യതയാണ്, അനുമതി തരണം, അതിന്റെ ഡേറ്റ് അങ്ങ് നിശ്ചയിക്കണം. മമ്പുറത്ത് തങ്ങളുടെ നാവ് കൊണ്ട് നിശ്ചയിച്ചു കൊടുത്തു. ഇടവം 15 നടത്തിക്കോ നിന്റെ ഉത്സവം. ആ ഇടവം 15 കളിയാട്ടക്കാവിലെ ഉത്സവം തുടങ്ങുമ്പോ അതിന്റെ തൊട്ട് തലേ ദിവസം മമ്പുറത്ത് തങ്ങളുടെ മക്കാമിന്റെ മുമ്പിലുള്ള ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ ഓല കൊണ്ട് കുതിരയുണ്ടാക്കി ഒരു കളി കളിച്ചിട്ട് ആ പെട്ടിയിൽ കാണിക്കിട്ടിട്ട് അവർ കളിയാട്ടക്കാവിലേക്ക് പോകൂ. ഇടവം 15 ദിവസം വന്നാൽ മമ്പുറത്ത് തങ്ങളുടെ വരാന്തയിൽ ഇപ്പോഴും അവർ കളിക്കുന്ന കളിയാണ്. അത് ഹിന്ദു മുസ്ലിം ബന്ധത്തിന്റെ പ്രൗഢ പ്രതീകമാണ്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? മാനുഷിക ബന്ധത്തിന്റെ ഉദാത്തമായ ഉദാഹരണം അടുത്തൊക്കെ നമ്മൾ കണ്ടില്ലേ? ചെന്നൈയിലൊരു പെണ്ണ് തന്റെ പ്രിയപ്പെട്ട കുട്ടിക്ക് യൂനുസ് എന്ന് പേരിട്ട് എന്തിനാ? ഞാൻ തന്നെ പലപ്പോഴും ശ്രമിച്ചിട്ടില്ലേ? വെള്ളപ്പൊക്കത്തിൽ ആ രാജ്യമാകെ മുങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഗർഭിണിയാ, മെസ്സേജ് അയച്ചു എന്ന് രക്ഷപ്പെടുത്തണം. ആ പെണ്ണിനെ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ഡോക്ടർ ഫൈബർ ബോട്ടിൽ കൂട്ടുകാരെയും കൊണ്ടുപോയി പെണ്ണിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ പെണ്ണിനെ രക്ഷപ്പെടുത്തി കൊടുപ്പോ ആ പെണ്ണ് തനിക്ക് ജനിച്ച കുട്ടിക്ക് 2015 ഡിസംബർ 5 പെണ്ണ് കുട്ടിക്ക് പേരിട്ടു. ആ കുട്ടിക്കിട്ട പേര് യൂനുസ്. 2 ചോദ്യം ആ പെണ്ണ് നേരിട്ടു. എന്തിനാ ആണിന് പെണ്ണിന് ആണിന്റെ പേര്? രണ്ടാമത് ചോദിച്ചു, എന്തിനാണ് ആ പെണ്ണിന്റെ പേര് പെണ്ണിന് ആണിന്റെ പേരിട്ടെന്ന് ചോദിച്ചവർ ചോദിച്ചു, എന്തിനാ മുസ്ലിമിന്റെ പേര്? കൃത്യമായി പറഞ്ഞു കൊടുത്തു, എന്നെ രക്ഷിച്ച യൂനുസ് എന്ന ഡോക്ടറുടെ ആ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇതല്ല ഇവിടുത്തെ ബന്ധം. ആ ബന്ധങ്ങൾ അർത്ഥം മുറിക്കോ നിങ്ങൾ? വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയുടെ വാഫി കോഴ്സിന്റെ PG ക്യാമ്പസ് ഉണ്ട്. ആ PG ക്യാമ്പസ് ഇന്ന് വലിയൊരു സംഭവമായി കാളികാവിൽ വരികയാണ്. ആ കാളികാവിലെ PG ക്യാമ്പസിന് 15 ഏക്കർ സ്ഥലം ബാപ്പു ഹാജി കൊടുത്തു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന്റെ കലക്ഷൻ ഖത്തറിൽ നടക്കുമ്പോ ഒരു ക്ലാസ് റൂമിന് 8 ലക്ഷം രൂപയാണ് കലക്ഷൻ വിഷയം സ്വീകരിച്ചു. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ബാലകൃഷ്ണൻ എന്ന് ഖത്തറിൽ ജോലി ചെയ്യുന്നൊരു സുഹൃത്ത് വന്നിട്ട് 8 ലക്ഷം രൂപ ഏൽപ്പിക്കുന്നു. ബാലകൃഷ്ണൻ എന്തിനാ വാഫിക്ക് റൂമുണ്ടാക്കി കൊടുക്കുന്നത്? അതാണ് ഇന്ത്യ, അതാണ് നമ്മളുടെ ബന്ധം. ആ ബന്ധത്തെ ദയവ് ചെയ്ത് നിങ്ങൾ അർത്ഥം മുറിക്കരുത്. ആ സൗഹൃദത്തെ രാഷ്ട്രീയ കോപ്പിരാട്ടിക്ക് വേണ്ടി അർത്ഥം മുറിക്കരുത്. ഞങ്ങൾ ഇവിടെ വിനയത്തോടെ പറയുകയാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകത്തിന്റെ കടക്കൽ കത്തിവെക്കരുത്. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയോ, പത്രത്തിൽ വാർത്ത വന്നിരുന്നു, എല്ലായിടത്തും വന്നോളില്ല, ബേപ്പൂരിൽ നിന്നും ഒരു ലക്ഷദ്വീപിലേക്ക് വിട്ടു. ആ ഒരു വെള്ളത്തിൽ മുങ്ങി.
ആ ഒരു വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അത് ഒരുവാണ് ചരക്കാണ്, ആളുകളില്ല, 2 പേർ, ഒരു സ്രാങ്കും സഹായി. ആ സ്രാങ്ക് ഭാസ്കരനും അതുപോലെ തന്നെ കെനിയും മുങ്ങിപ്പോയി. 1.5 ദിവസം ഫ്ലോട്ടിംഗ് ട്യൂബിലാണ് അവർ നടന്നത്. ഫ്ലോട്ടിംഗ് ട്യൂബിൽ 1.5 ദിവസം ഫ്ലോട്ടിംഗ് ട്യൂബിൽ നടന്ന ആളുകളെ കണ്ടില്ല. തെരച്ചിൽ പരാജയപ്പെട്ടു. അപ്പോഴാണ് ഉൾക്കടലിൽ നിന്ന് മത്സ്യം പിടിച്ചുകൊണ്ടൊരു ബോട്ട് വരുന്നത്. ആ ബോട്ടിലുള്ളത് താനൂർ കടപ്പുറത്ത് ജീവിക്കുന്ന ബഷീറും കോയമോനും, കാളാട്ട് ബഷീറും കോയമോനും ഈ മനുഷ്യജീവികളെ കണ്ട് അവരെ തങ്ങളുടെ ബോട്ടിലേക്ക് വലിച്ചു വെച്ചു. നോക്കുമ്പോൾ 1.5 ദിവസം വെള്ളത്തിൽ കിടന്ന് മരവിച്ചിട്ട് അടുത്ത നിമിഷം മരിച്ചു പോകും. ഓടി കരക്കെത്തിച്ച ജീവൻ കിട്ടും. കരക്ക് ഓടിയെത്തണമെങ്കിൽ ഈ തോണിയുള്ള സാധനം ഒഴിവാക്കണം. 1.5 ലക്ഷം രൂപയുടെ മത്സ്യം, 1.5 ലക്ഷം രൂപയുടെ മത്സ്യം പുറത്തേക്ക് തട്ടി കടലിലേക്ക്. അതുകൊണ്ട് പോകാൻ കഴിയില്ല. ഈ 2 ജീവന് വേണ്ടി, 2 ഹിന്ദുക്കളുടെ ജീവന് വേണ്ടി 2 മുസ്ലിങ്ങൾ ദിവസങ്ങളായി അധ്വാനിച്ച് അവർ പുറംകടലിൽ പോയി അധ്വാനിച്ച് പിടിച്ചെടുത്ത മത്സ്യം 1.5 ലക്ഷത്തിന്റേത് പുറത്തേക്ക് തട്ടിയിട്ട് ആ ബോട്ടുമായി ശരവേഗത്തിൽ പാഞ്ഞു പരപ്പനങ്ങാടിയിലേക്ക്. ആശുപത്രി ജീവൻ തിരിച്ചു കിട്ടിയ ആ മനുഷ്യൻ കെട്ടിപ്പിടിച്ചു അവരെ. ആ മനുഷ്യബന്ധത്തെ നിങ്ങൾ എന്താ വില കൊടുത്ത് മനസ്സിലാക്കാത്തത്? എന്താ നിങ്ങളത് മനസ്സിലാക്കാത്തത്? ആ രീതിയിൽ ജീവിക്കുന്ന രാജ്യത്ത് ഇപ്പൊ നിങ്ങൾ രാജ്യത്തെ കറൻസി നിരോധിച്ചുകൊണ്ട് ഈ രാജ്യം നടപ്പാക്കിയെന്നല്ല, പക്ഷെ രീതി തെറ്റായിപ്പോയി. പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം കണ്ടില്ല നിങ്ങൾ? ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ ഉണ്ടായത് അരുൺ ഷൂറി പോലും. ഇനിയെങ്കിലും നിങ്ങൾ രാജ്യത്തെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ മക്കളും കുട്ടികളും ഭാര്യക്കുള്ള ഒരാളെ തെരഞ്ഞെടുക്കുക, എന്നാലേ കുടുംബത്തിന്റെ കട്ടപ്പാട് അറിയുള്ളൂ. അത് ശരിയാണ്, അത് ശരിയാണ്. അയാൾക്ക് ഈ കട്ടപ്പാടാണ്. ജപ്പാനിൽ പോയിട്ട് കൊയലൂത്ത് ഓർത്തല്ലേ? ഞാൻ ആക്ഷേപിക്കുകയല്ല, നിങ്ങൾ പഠിച്ചു നോക്കി ചെയ്യാൻ പാടുണ്ടോ? ഇപ്പൊ ചെയ്തോ? രാജ്യത്തെ രക്ഷിക്കാനാണെങ്കിൽ 9,000 കോടി രൂപ മുഖ്യ വിജയ് മല്യ ലണ്ടനിൽ കഴിയും. അയാൾ പിടിച്ചോണ്ടുപോലെ. എന്തേ വിജയ് മല്യ തിരിച്ചു കൊണ്ടുവരാത്തത്? മാത്രമല്ല 7,016 കോടി രൂപയുടെ വായ്പ എഴുതി തള്ളി. 7,016 കോടി രൂപ എഴുതി തള്ളി. രാജ്യം രക്ഷിക്കാനാ? മാത്രമല്ല മുകേഷ് അംബാനി നമ്മുടെ എത്ര കടള്ളത് എഴുതി തള്ളിയിട്ടൊന്നുമില്ല. അനിൽ അംബാനി നമ്മുടെ രാജ്യത്ത് 1 കോടി 1,20,000 കോടി ബാങ്കിൽ അടക്കാണ്ട് വായ്പ കൊടുത്തതാ. ചെറിയ പൈസ. മാത്രമല്ല മുകേഷ് അംബാനിയോ 1,80,000 കോടി അടക്കാൻ. നിങ്ങൾ നമ്മുടെ രാജ്യത്ത് ഓരോരുത്തരും കൊടുക്കാനുള്ളതാ. എ സ്റ്റാർ ഗ്രൂപ്പ് 1 ലക്ഷം കോടി രാജ്യത്ത് കൊടുക്കാനുണ്ട്. ഇന്നത്തെ പത്രത്തിൽ കണക്ക് വായിച്ചു നോക്കി. JP ഗ്രൂപ്പ് 75,000 കോടി, GMR ഗ്രൂപ്പ് 47,000 കോടി. കോടിക്കണക്കിന് രൂപ നമ്മുടെ രാജ്യത്ത് കൊടുക്കാണ്ടാര്? വൻകിട കമ്പനികൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം നമുക്ക് സ്വാഭാവികമായി നിർത്താനായിട്ട് സമയം. ഞാൻ അവസാനിപ്പിക്കാം. അവസാനമായി ഒറ്റ കാര്യം പറയട്ടെ. ഇതിന്റെ സമാപനത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. വളരെ പ്രധാനമാണ്. ഇതിനൊക്കെ ഉപരിയായി അള്ളാഹുവിന്റെ സഹായമാണ് നമുക്ക് കിട്ടേണ്ടത്. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു. ഞാൻ ദീർഘിപ്പിച്ച ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇവിടെ മുസ്ലിം കൂട്ടായ്മ ഇതിനുവേണ്ടി ശബ്ദിക്കുന്ന സമയത്ത് വാണക്കാട് സെയ്ദ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ട് യോഗം വിളിച്ചപ്പോ ഒരു കൂട്ടർ ഇന്ന് മാറുന്നവരെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ പറയും സമത്തെ പിളർന്ന നാള് മുതൽ നിങ്ങൾക്ക് ഇവരെ കുറ്റം പറയലാണ് പണിയും. ഫിത്നണ്ടായ പിന്നെ പറയണ്ടേ? നിസ്കാരം പറന്നാക്കിയ കാലം മുതൽ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ അവിടെ പറയും. ഉറപ്പല്ലേ? അത് ഒഴിവാക്കിയിട്ട് അത്തയ്യാത്ത് പോകാൻ പറ്റൂലല്ലോ. ഫിത്നണ്ടായ ആളുകളെ കുറിച്ച് പറയും. അവർക്ക് ഈ മുസ്ലിം സമൂഹത്തിന്റെ പൊതുധാരയിൽ ഒരു സ്ഥാനവും സമൂഹം കൽപ്പിക്കുന്നില്ല, കൽപ്പിക്കാൻ പറ്റൂല. ഈ സമൂഹത്തിന്റെ കൂടെ നിൽക്കട്ടെ, ഒരു പ്രധാന വിഷയത്തിൽ കൂടെ നിൽക്കണ്ടേ? ഞാൻ അവസാനമായി പറയാനുള്ളത്, ഞങ്ങൾ ചോദിക്കുന്നത് ഭരണഘടനയിലെ അവകാശമാണ്. മറ്റുള്ളവരെ ബാധിക്കുന്ന തരത്തിലൊന്നും ഞങ്ങൾക്ക് വേണ്ട. നൽകിയ അവകാശം തിരിച്ചെടുക്കാതിരുന്നാൽ മതി. ഞങ്ങൾ നിയമം ലംഘിക്കില്ല. സമത്വ നിയമത്തെ മാനിക്കുന്നു, സമാധാനത്തെ മാനിക്കുന്നു. അതുകൊണ്ട് അവസാനമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, നോട്ട് മാറ്റിയതുപോലെ ശരീഅത്ത് മാറ്റാനുമെന്നാൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. ആ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ദീർഘിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് സംഘടിപ്പിച്ചവരെ അഭിനന്ദിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഈ മഹത്തായ സംഗമത്തിൽ കൂട്ടുപ്രാർത്ഥന നടത്തുകയാണ്. സമസ്തയുടെ പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ സമാപിക്കൽ. എല്ലാവരും ഇത്ര നേരം ക്ഷമയോടുകൂടി ഇരുന്ന എല്ലാവരും നമ്മുടെ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വന്ന ആളുകളായതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സംഗമത്തിലും കൂടി ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മാത്രമേ പോകാവൂ എന്നറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, വെള്ളിയാഴ്ച രാവാണ്. ഒരു 3 സാത്ത് ചെറിയൊരു ദുആ ചെയ്ത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.